നഗര ആർക്കിടെക്ചർ ഇന്നലെ കണ്ടിരുന്നു അല്ലെ? നഗര ആർക്കിടെക്ചർ കണ്ടിരുന്നു. അതിന്റെ പ്രത്യേകതകൾ കണ്ടു. 82 വരെ പറഞ്ഞതാ സർ. 82 വരെ പറഞ്ഞു. അതാ 83 ആണ്. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹൈദരാബാദ്. കൾച്ചർ മെസ്സേജ് ഒന്ന് അയച്ചിട്ട് കുറച്ച് പേര് ജോയിൻ ചെയ്യാനുള്ളവര്. Ministry of Tourism recently Dekho Apna Desh സീരീസിൽ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് വെബിനാർ സംഘടിപ്പിക്കുകയുണ്ട്. എന്താണ് ഈ ദേഖോ അപ്ന ദേശ് എന്ന് പറയുന്ന സ്കീം? എന്താണ് ഈ സ്കീമിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിനെ കുറിച്ച്. അപ്പോ ലെസർ നോൺ ഡെസ്റ്റിനേഷൻസും ലെസർ നോൺ ഫേസിറ്റ്സും ഒക്കെയാണ് വരുന്നത്. ഒപ്പം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ആ ഒരു സ്പിരിറ്റ് ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നുള്ള ഒരു മുദ്രാവാക്യം നമ്മളുടെ നാഷണൽ ഇന്റഗ്രേഷൻ, ദേശീയോദ്ഗ്രഥനവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ പ്രത്യേകത എന്താണ്? സിറ്റി ഓഫ് പേൾസ് എന്നാണ് അറിയപ്പെടുന്നത്, സിറ്റി ഓഫ് നിസാംസ് എന്നും അറിയപ്പെടുന്നത്. വലിയൊരു ലെഗസി ഉണ്ട് അവിടെ. കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയാണ് അവിടെ, അതിന്റെ ഇൻസെപ്ഷൻ മുതൽ അവിടെ ഭരിച്ചിരുന്നത്. മുഹമ്മദ് ഖൂലി കുത്തബ് ഷാൻ അദ്ദേഹമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ഹിസ്റ്റോറിക് ഫാക്ട് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു കറണ്ട് വന്നപ്പോൾ പാരലി ഉള്ള സ്റ്റാറ്റിക് ഏരിയ എങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുക. ഫോർട്ടിഫൈഡ് ഗോൽക്കൊണ്ട, നിങ്ങൾക്കറിയാം ഗോൽക്കൊണ്ട ഫോർട്ട് വളരെ ഫേമസ് ആണ്. അവിടെ കേന്ദ്രീകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത് ഹൈദരാബാദ് സുൽത്താൻമാർ. 1687 മുഗൾസ് ഇത് അനക്സ് ചെയ്തു. 1724 മുഗൾ ഗവർണർ നിസാം ആസഫ് ജാ അദ്ദേഹം സോവർജിനിറ്റി ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആസഫ് ജാഹി ഡൈനാസ്റ്റി അല്ലെങ്കിൽ നിസാംസ് എന്നറിയപ്പെടുന്ന ഡൈനാസ്റ്റി ഫോം ചെയ്തു. അപ്പൊ ഈ നിസാം ആസഫ് ജാ ഡിക്ലെയർ ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾ മിഡീവൽ ഇന്ത്യ പഠിക്കുമ്പോൾ പഠിക്കും. എന്താ പഠിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹം എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് ഈ നിസാം ആസഫ് ജാ അദ്ദേഹം എങ്ങനെയാണ് ഈ സോവർജിനിറ്റി ഡിക്ലെയർ ചെയ്യുന്നത്? ഔറംഗസേബിന്റെ ഡെത്തിന് ശേഷം അവര് പവർ കുറഞ്ഞ ആൾക്കാരാണ് വന്നത്, മുഗൾ എംപറർ. അപ്പൊ ഇദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ഈ നിസാം ആസഫ് ജാ അല്ലെ? അദ്ദേഹത്തിന് പൊതുവെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. അപ്പൊ അദ്ദേഹം തിരിച്ച് ഹൈദരാബാദിലേക്ക് എത്തി. എന്നിട്ട് നാമമാത്രമായ അധികാരം ഈ മുഗൾ എംപയറിന്റെ പേരിൽ കൊടുത്തിട്ട് അദ്ദേഹം അവിടെ ഭരിക്കാൻ തുടങ്ങുകയായിരുന്നു ചെയ്തത്. നിങ്ങൾ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കാണുന്ന കാര്യമാണ്.
ഹൈദരാബാദിലെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഗോൽക്കൊണ്ട ഫോർട്ട് കക്കാദിയ ഡൈനാസ്റ്റിയുടെ ആണത് ബിൽഡ് ചെയ്ത്. കക്കാദിയ ഗോൽക്കൊണ്ട ഫോർട്ട്. ചൗമഹല പാലസ് അസഫ് ജാഹി ഡൈനാസ്റ്റിയുടെ ഒരു അധികാര കേന്ദ്രമായിരുന്നു. കൾച്ചറൽ ഹെറിറ്റേജ് കൺസർവേഷനിലൊക്കെ വന്നു. ചാർമിനാർ ഉണ്ടാവും. ഇത് ഖുലി കുത്തബ് ഷാ ക്യാപിറ്റൽ ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാറ്റിയപ്പോഴാണ് ചാർമിനാർ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചത്. മക്ക മസ്ജിദ് അത് ഔറംഗസേബ് കംപ്ലീറ്റ് ചെയ്തത്. മക്കയിൽ നിന്നുള്ള ബ്രിക്സ് ആണ് ഉപയോഗിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാറങ്കൽ ഫോർട്ട് 12th സെഞ്ചുറി മുതലുള്ളതാണ്. അതെനിക്ക് കക്കാദിയ ഡൈനാസ്റ്റിയുടെ ഒരു സംഗതിയാണ്. വാർലി പെയിന്റിംഗ് അടുത്തത്. With a view to promote Indian folk art, National Fertilizers Limited (NFL), a PSU under the Department of Fertilizers, has displayed Maharashtra's famous Warli painting on the outer walls of corporate office in Noida. Warlis എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു കറന്റ് ടോപ്പിക് ആണ് വാർലി പെയിന്റിംഗ്. വാർലീസ് are an indigenous Adivasis tribes living in mountainous as well as coastal areas of Maharashtra, Gujarat border and surrounding areas. അപ്പൊ എവിടെയാണ് ഇവരുള്ളത്? ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക. ട്രൈബ്സ് പലപ്പോഴും UPSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക് ആണ്. മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡറിലാണ് ഇവരുള്ളത്. ഇവരുടെ ലാംഗ്വേജ് നിങ്ങൾ മനസ്സിലാക്കുക. വാർലി ലാംഗ്വേജ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. which belong to the southern zone of the Indo-Aryan languages. വാർലി പെയിന്റിങ്സിന്റെ പ്രത്യേകത എന്താണ്? മഹാരാഷ്ട്ര is known for its വാർലി folk paintings. So basically ഇത് മഹാരാഷ്ട്രയിലാണ് ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. 10th സെഞ്ചുറിയിലാണ് ഇതിന്റെ ഒരു ബേസ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഭീംബേഡ്കയിലെ റോക്ക് ഷെൽട്ടേഴ്സ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേവ്സ് ഏതൊക്കെയാണ്? കേവ് പെയിന്റിങ്സ് ഒക്കെ ചോദ്യമായിട്ടൊക്കെ വരാറുള്ളതാണ്. പിന്നെ വേറെ ഏതൊക്കെയാ? എലിഫന്റ കേവ്സ്, അജന്ത, എല്ലോറ. സ്ഥലങ്ങളൊക്കെ അറിയാവോ? ഏത് സ്റ്റേറ്റിലാണ്, ഏത് സ്ഥലത്താണ്? അത് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. ഭീംബേഡ്കയിലെ റോക്ക് ഷെൽട്ടേഴ്സിലും ഒക്കെ കാണുന്ന പെയിന്റിങ്സിനോട് സിമിലാരിറ്റി ഉള്ളതാണ്. ഹണ്ടിങ്, ഫിഷിംഗ്, ഫാമിംഗ് ഇതൊക്കെയാണ് തീമായിട്ട് വരുന്നത്. ആനിമൽസ് അല്ലെ ട്രീസ് ഇതെല്ലാം വരുന്നുണ്ട്. വുമൻ എൻഗേജ്ഡ് ആണ് ഈ പെയിന്റിങ്സിൽ. യുണീക് ഫീച്ചേഴ്സ് എന്താണ്? ഗ്രാഫിക് വൊക്കാബുലറി ലൈക്ക് എ സർക്കിൾ, എ ട്രയാങ്കിൾ ആൻഡ് എ സ്ക്വയർ ആർ യൂസ്ഡ് ഇൻ ദിസ് rudimentary wall paintings which are monosyllabic in nature. അപ്പൊ അതിന് ചില റെപ്രസെന്റേഷൻ കാണും, ആ സിമ്പിൾസ് അതുകൂടെ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അഭീന്ദ്രനാഥ് ടാഗോർ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെയത് കണ്ടത്? ഇവിടെ തന്നെയാണോ? ടോപ്പിക്കിലാണോ കണ്ടത്? അഭീന്ദ്രനാഥ് ടാഗോർ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ, വീക്കിലി കറണ്ട് അഫയേഴ്സിലും വന്നു. അപ്പൊ നോക്കൂ, ഒരേ കറണ്ട് അഫയേഴ്സ് തന്നെ ഈ മാസവും വന്നു, കഴിഞ്ഞ വർഷവും വന്നു. നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്, അവര് ദ ഗ്രേറ്റ് മാസ്ട്രോ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 180ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ്. അത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ അനന്തരവനാണ്. ബംഗാൾ സ്കൂൾ ഓഫ് പെയിന്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ആ പോയിന്റ് മനസ്സിലാക്കുക. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ട്, ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ട് പലതവണ ചോദ്യം വന്നതാണ്. ഈ ആർട്ട് ആൻഡ് കൾച്ചറിലെയൊക്കെ ചോദ്യങ്ങൾ ഒരു പരിധിവരെ മുഴുവൻ ചോദ്യവും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. കാര്യം അതൊക്കെ ടോപ്പിക്സ് എന്ന് പറയുന്നത് മിക്കവാറും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് വായിച്ച ഉടനെ നിങ്ങൾ ആ സ്റ്റാറ്റിക് പോർഷൻ ആർട്ട് ആൻഡ് കൾച്ചറിൽ പോയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ബംഗാളിൽ ഹി വാസ് ദ ഫസ്റ്റ് മേജർ സപ്പോർട്ടർ ഓഫ് സ്വദേശി വാല്യൂസ് ഇൻ ഇന്ത്യൻ ആർട്ട്. ഇന്ത്യൻ ആർട്ടില് സ്വദേശി വാല്യൂസിന് പ്രാധാന്യം കൊടുത്ത ആളാണ്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ച് മനസ്സിലാക്കുക, ഇതൊരു പ്രധാനപ്പെട്ടതാണ്. അപ്പോ കറണ്ട് എങ്ങനെയാണ് സ്റ്റാറ്റിക്കിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ഇവിടുത്തെ കറണ്ട് ഇഷ്യൂ എന്താണ്? അദ്ദേഹത്തിന്റെ 180ാമത് ജന്മദിനമാണ്. ഈ 180ാമത് ജന്മദിനം എന്നുള്ളത് വലിയ പ്രസക്തമായ കാര്യമല്ല. പക്ഷെ പത്രത്തിൽ വാർത്ത വരുന്നത് എപ്പോഴും ഈ വ്യക്തിയുടെ 180ാം ജന്മദിനം എന്നുള്ളതായിരിക്കും. പക്ഷെ അതിനകത്ത് കൂടുതൽ ഈ ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ചോ ഒന്നും ഹിന്ദു പത്രത്തിലോ അല്ലെങ്കിൽ ഒരു പത്രത്തിലും കാണത്തില്ല.
നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, അതിനെക്കുറിച്ചൊരു നല്ല ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എഴുതിയെടുക്കുക. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് പ്രയോജനം ചെയ്യാം. നമ്മുടെ സ്റ്റാറ്റിക് പോർഷൻസും കവർ ചെയ്യും, സ്റ്റാറ്റിക് പോർഷൻ റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും, പ്ലസ് നമ്മുടെ കറണ്ട് ഏരിയയും നമ്മൾ കവർ ചെയ്തു പോകും. ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്റ്റാറ്റിക് പോർഷൻസിന്റെ ഒരു 20 to 30% നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയാം, ചിലപ്പോൾ അതിൽ കൂടാം. ഈ രീതിയിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇദ്ദേഹം മെറ്റീരിയലിസം അതിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ ഫിലോസഫി ആണെങ്കിൽ ഹിന്ദു ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടാണ് വർക്കുകളെല്ലാം. ചൈനീസ് കാലിഗ്രാഫിക് ട്രഡീഷൻസ്, ജാപ്പനീസ് കാലിഗ്രാഫിക് ട്രഡീഷൻ അദ്ദേഹത്തിന്റെ സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഈ ചൈനീസ് കാലിഗ്രാഫിക് ട്രഡീഷൻ എന്ന് വെച്ചാൽ എന്താണ്? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? കാലിഗ്രാഫി എന്ന് വെച്ചാൽ കാലിഗ്രാഫി എഴുത്തുകൊണ്ടുള്ള പഴയ കൈയക്ഷരം വെച്ചിട്ടൊക്കെയുള്ള കൈകൊണ്ട് എഴുതി നല്ല ഫോൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെ അപ്പൊ അദ്ദേഹം അത് ചൈനീസ് ചിലപ്പോ പ്രിലിമിന് ചോദിക്കുന്ന ഓപ്ഷൻസിൽ ഇങ്ങനെ ഒരു സംഗതി ആയിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങൾ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കോൺഫിഡൻസോട് കൂടി ആൻസർ ക്ലിക്ക് ചെയ്യുക, ശരിയാവും. നമ്മള് ഡിഡക്ഷൻ ടെക്നിക്സിന്റെ ഒരു ക്ലാസ് കൂടെ വെക്കുന്നുണ്ട് കേട്ടോ, പ്രിലിമിന് മുമ്പായിട്ട്. എങ്ങനെ ഡിഡക്ട് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു സെഷൻ കൂടെ വെക്കുന്നു. ഫേമസ് പെയിന്റിങ്സ്: ഭാരത് മാത, ദ പാസിംഗ് ഷാജഹാൻ, മൈ മദർ, ഫെയറിലാൻഡ് ഇല്ലുസ്ട്രേഷൻ, ജേർണി സെന്റ്. അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി. ബുഡോ ആംഗ്ല, രാജ് കഹാനി, ഗീതാഞ്ജലി. അപ്പൊ ഇത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ നെഫ്യൂ ആണെന്ന് കണ്ടു. അപ്പൊ അവിടെ രവീന്ദ്രനാഥ് ടാഗോർ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചുള്ള മേജർ കാര്യങ്ങളോടൊന്ന് മനസ്സിലാക്കുക. വില്യം റോതൻസ്റ്റെയിൻ ആണ് ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു അറിവാണ്. വില്യം റോതൻസ്റ്റെയിൻ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തു. അടുത്തത് മഹാത്മാ അയ്യങ്കാളി. PM റിമെമ്പേഴ്സ് മഹാത്മാ അയ്യങ്കാളി. ഇത് നോർത്തിലുള്ള ഒരു കുട്ടിക്ക് മിക്കവാറും അറിയാൻ പറ്റുമോ ഈ അയ്യങ്കാളി എന്നുള്ള പേര്? കേരളത്തിലുള്ളവർക്ക് ചിലപ്പോൾ കിട്ടുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ്. റീഫോമറെ കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളാണ്, പക്ഷെ നമ്മൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കി വെക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ 1863 ട്രാവൻകൂറിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഒരു ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ലീഡറാക്കി മാറ്റി. മഹാത്മാഗാന്ധി കോൾഡ് അയ്യങ്കാളി ആസ് പുലിയ കിങ്. ഇന്ദിരാഗാന്ധി ഡിസ്ക്രൈബ്ഡ് ഹിം ആസ് ഇന്ത്യസ് ഗ്രേറ്റസ്റ്റ് സൺ. കോൺട്രിബ്യൂഷൻസ് എന്താണ്? ഓക്സ്ഹാർട്ട് ചലഞ്ച്, the ban on untouchables from accessing public roads. വില്ലുവണ്ടി സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തി. He also led a rally to assert the rights of untouchables at Balarampur. Ayangali took the walk Ayangali took came to be known as Walk for Freedom, and the consequent riots, Chalia riots. ഇത് കേരള റിനേസൻസുമായി ബന്ധപ്പെട്ടും KSനും ഗുണകരമായൊരു സംഭവമാണ്. Ayangali effort influenced many changes that improved social well-being of those people who are today referred as Dalits. Ayangali became a stated protester for Pulaiyar rights. A decree 1907 issue ചെയ്തു. എന്താണ്? Turned into issue to confer students from the untouchable network to government schools. ശ്രീനാരായണ ഗുരുവിൽ നിന്നാണ് അദ്ദേഹം ഇൻസ്പിറേഷൻ കിട്ടിയത്. അദ്ദേഹം ഒരു ഈഴവ കാസ്റ്റ് സോഷ്യൽ റിഫോമർ. ഈ സാധുജന പരിപാലന സംഘം അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ്. ചിലപ്പോൾ അത് എല്ലാവർക്കും അറിയണമെന്നില്ല. അങ്ങനത്തെ പോയിന്റ്സ് കൂടെ മനസ്സിലാക്കുക. അടുത്ത 87, ടോപ്പിക് 87,
1947 Pact on Gurkha soldiers. 1947 agreement among India, Nepal, and the United Kingdom that deals with the military service of Gurkha soldiers has become redundant. 1947 Pact എന്താണ് ഗൂർഖ സോൾജേഴ്സ്? നമുക്കറിയാം ഗൂർഖ റെജിമെന്റ് ഇന്ത്യൻ മിലിറ്ററിയിലും ഉണ്ട് അല്ലെ. ആംഗ്ലോ നേപ്പാളീസ് വാർ എന്നാ നടന്ന 1814-16 വാറുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ആര് തമ്മിലാണ് ഫോർട്ട് ചെയ്തത്? ഒന്നോ രണ്ടോ ചോദ്യം കിട്ടും കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പൊ ബ്രിട്ടീഷ് 1815 ഗൂർഖ സോൾജേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ 10 റെജിമെന്റ്സിലേക്ക്. Question of allotting the 10 regiments of Gurkha soldiers was settled by Britain, India, Nepal tripartite agreement. Agreement divided the Gurkha regiments of the British Empire between India and the UK. It also assured that Gurkha soldiers of Nepal, while serving in the British military, will draw perks and privileges equivalent to their counterparts. Gurkhas British Army 3% ഉണ്ട്. അവരേതാണ്ട് ഇപ്പോഴും 3% ഗൂർഖാസ് ബ്രിട്ടീഷ് ആർമി. 200 വർഷത്തെ സർവീസ് അവര് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഫിയേഴ്സ് ആൻഡ് ലോയൽ, അതാണ് ഗുർഖാസിന്റെ പ്രത്യേകത. ഈ നേപ്പാളീസിന്റെ പൊതുവേ ഉള്ള ഒരു ഗുണം എന്താണെന്നറിയാം? ദേ ആർ വെരി ലോയൽ അല്ലേ? ആണോ? എന്തുകൊണ്ടാണ് അവര് ഗുർഖയോടെ അടുത്ത് ചാടാൻ പറഞ്ഞാൽ ചാടുന്ന അവർ വിമാനത്തിൽ നിർത്തി ചാടാൻ പറഞ്ഞാലും ചാടും. അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ മദ്യപാനം ഇല്ല ഗുർഖ പൊതുവെ. They are enlisted not only in the infantry but also in the engineering corps and as logisticians. അവരുടെ സിഗ്നേച്ചർ വെപ്പൺ കുക്രി എന്നാണ് അറിയപ്പെടുന്നത്. കുക്രി എന്ന് വെച്ചാൽ എന്താ? വളഞ്ഞിരിക്കുന്ന കത്തി അല്ലേ? പിന്നെ Queen Elizabeth II guarded by 2 personal Gurkha officers. Indian Army Chief is granted the honorary post of a general in the Nepal Army. അതും നോട്ട് ചെയ്യും. നമുക്ക് അപ്പൊ ഇന്ത്യയും ബ്രിട്ടനുമാണ് ഗുർഖാസിനെ പകുത്തെടുത്തത്. സ്വച്ഛ് സർവേക്ഷൺ 2020 റിപ്പോർട്ട്, ഹൗസിംഗ് ആൻഡ് അർബൻ മിനിസ്ട്രിയുടെ ഒരു റിപ്പോർട്ടാണ് ഈ സ്വച്ഛ് സർവേക്ഷൺ റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത്. നമ്മൾ എല്ലാ കറണ്ട് അഫയേഴ്സും കവർ ചെയ്തു പോവാണ്. കാര്യം ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എഴുതാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. The ministry has released rankings based on the categorization of cities on population. It is meant to monitor the performance of Swachh Bharat Abhiyan. It was also aimed at inculcating a spirit of healthy competition among cities. സ്വച്ഛത, വൃത്തിയുടെ അടിസ്ഥാനത്തിൽ ആര് തമ്മിലുള്ള കോമ്പറ്റീഷൻ വരും? സ്റ്റേറ്റ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ വരും. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. അവർ ഇവാലുവേറ്റ് ചെയ്യുകയാണ് പാർട്ടിസിപ്പേറ്റിംഗ് സിറ്റീസിന്റെ പെർഫോമൻസ്, എന്നിട്ട് അക്രഡിറ്റേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വച്ഛ് സർവേക്ഷൺ 2020 ഭാഗമായിട്ട്. അപ്പോൾ ഇൻഡോർ ആണ് ഏത് സിറ്റി ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് വന്നത്. പിന്നീട് സൂററ്റ്, നവി മുംബൈ. ഛത്തീസ്ഗഡ് ആണ് ഈ സ്റ്റേറ്റ് കാറ്റഗറിയിൽ ക്ലീനസ്റ്റ് ആയിട്ട് വന്നത്. അഹമ്മദാബാദ് ക്ലീനസ്റ്റ് മെഗാ സിറ്റി. അപ്പൊ ഈ മെഗാ സിറ്റി അല്ലെങ്കിൽ അവയെക്കുറിച്ചും അതിന്റെ ഡെഫിനിഷനോട് ഒന്ന് മനസ്സിലാക്കുക. ന്യൂഡൽഹി ആണ് ക്ലീനസ്റ്റ് ക്യാപിറ്റൽ സിറ്റി. ബാംഗ്ലൂർ ബെസ്റ്റ് സെൽഫ് സസ്റ്റൈനബിലിറ്റി അവാർഡ് ഫോർ മെഗാ സിറ്റി. ജാർഖണ്ഡ് ആണ് ക്ലീനസ്റ്റ് സ്റ്റേറ്റ്. ജാർഖണ്ഡിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ മോശമായ ഏരിയ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് അതിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ജാർഖണ്ഡ് ആണ് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കറണ്ട് റിലേറ്റഡ് ടോപ്പിക്സിലാണ് നമ്മളിപ്പോൾ കവർ ചെയ്തു പോകുന്നത്. ഇനി അടുത്ത 89ാമത്തെ ടോപ്പിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ആ മാസത്തിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്തു പോവാണ്. മുഴുവൻ ടോപ്പിക്സ്. മൗണ്ട് സീനാബങ്ങിനെ കുറിച്ച് ഒരു വാർത്തയുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഈ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വരുന്നത് പത്രത്തിൽ ഏതെങ്കിലും വന്നിട്ടുള്ള ഒരു വാർത്തയിൽ നിന്നാണ്. അപ്പൊ ഈ നോർത്ത് സുമാട്രയിലാണ് ഇതിന്റെ ലൊക്കേഷൻ, ഇന്തോനേഷ്യയിൽ. മൗണ്ട് സിനാബങ്. എന്തുകൊണ്ടാണ് ഇത് പത്രത്തിൽ വന്നത്? വോൾക്കാനോ അവിടെ ആക്റ്റീവായി 2010. 400 വർഷത്തെ ഇനാക്ടിവിറ്റിക്ക് ശേഷം. അപ്പോ ഇന്തോനേഷ്യയുടെ പ്രത്യേകത അത്
ധാരാളം ആക്റ്റീവ് വോൾക്കാനോസിന്റെ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് അത് റിംഗ് ഓഫ് ഫയർ എന്നറിയുന്നത്. ഇതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. മെയിനും ചോദ്യമായിട്ട് വരാം, ഷോർട്ട് എസ്സേ ആയിട്ട് വരാം. അപ്പൊ ഇതെവിടെയാണ്? ഇത് പസഫിക് ഓഷ്യനിൽ, സർക്കം പസഫിക് ബെൽറ്റിലാണ്. എർത്ത് അതുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവാറ്. 75% ലോകത്തുള്ള വോൾക്കാനോസും ഇവിടെയാണ് ഉള്ളത്. 90% എർത്ത് ക്യൂക്സ്. അപ്പൊ എന്താണ് വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുന്ന? ഡോർമെന്റ് 3 തരത്തിലാണ് വോൾക്കാനോസ് ഉള്ളത്. ആക്റ്റീവ്, ഡോർമെന്റ്, എക്സ്റ്റിൻക്ട്. ഇറപ്ഷൻ ടേക്സ് പ്ലേസ് വെൻ മാഗ്മ പുറത്തേക്ക് വരും. ഫോംഡ് വെൻ the earth's mantle melts, rises to the surface because magma is lighter than solid rock. After it has erupted, it is called lava. Basic geography ആണ്, നല്ല മനസ്സിലാക്കി വെക്കുക. When are they explosive? Not all volcanic eruptions are explosive. അത് ആ മാഗ്മയുടെ കോമ്പോസിഷൻ പോലെ ഇരിക്കും. മാഗ്മ തിന്നാകുമ്പോൾ gases can easily escape it, in which case magma will flow out towards the surface. On the other hand, if magma is thick and dense, gases cannot escape. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? പൊട്ടിത്തെറി ഉണ്ടാകും, എക്സ്പ്ലോഷൻ. ഈ ഗ്യാസ് അടിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും, അപ്പൊ അത് പൊട്ടിത്തെറിക്കും. അടുത്ത ഒരു 60ാമത്തെ ഒരു ചോദ്യം, 60ാമത്തെ ടോപ്പിക്, സോറി 90ാമത്തെ ചോദ്യം ടോപ്പിക്. 2 autonomous councils. Arunachal group push for 6th schedule status. ഇത് നിങ്ങള്, എനിക്ക് തോന്നുന്നു ഇന്നലെ ഇന്നും ആയിട്ട് തന്നെ നമ്മൾ പൊളിറ്റിയിലെ ഒരു 5-6 ടോപ്പിക്, സ്റ്റാറ്റിക് ടോപ്പിക് നമ്മൾ കണ്ടോ? ഗവർണറുടെ പവർ കണ്ടു, എനിക്ക് തോന്നുന്നു ജഡ്ജസിന്റെ കണ്ടു. അപ്പൊ അത്യാവശ്യം ഈ 6th ഷെഡ്യൂള് ഒരു സ്റ്റാറ്റസേ ആവശ്യപ്പെട്ടുള്ളൂ. അപ്പൊ ഈ പത്രത്തിൽ അത്രേ വരത്തുള്ളൂ വാർത്ത. ഇമ്മീഡിയറ്റ് നിങ്ങൾ പുസ്തകം എടുക്കണം. എന്ത് ചെയ്യണം? നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് ആ ടെക്സ്റ്റിൽ ഈ 6th ഷെഡ്യൂളിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഇങ്ങനെയാണ് ഈ സിവിൽ സർവീസിന് പഠിക്കേണ്ടത്. അപ്പൊ പഠിക്കേണ്ട രീതി മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ റിവൈവൽ ഓഫ് ദ demand for 2 autonomous councils has made political parties and community-based groups call for bringing the entire Arunachal Pradesh under the ambit of 6th schedule of Article 370. ഈ 6th schedule വന്ന എന്താ ഗുണം? എന്താണ് 6th schedule വരുന്നോണ്ടുള്ളത്? കൂടുതൽ ഓട്ടോണമസ് ഭരണത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. പിന്നെന്താണ്? അവർക്ക് വേണ്ടി ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് എക്സ്ക്ലൂസീവ് ആയിട്ട് വരും. കറന്റ്ലി അരുണാചൽ പ്രദേശ് ഈസ് അണ്ടർ 5th ഷെഡ്യൂൾ. അതൊക്കെ ഓർത്തോണം കേട്ടോ, ഇത് ക്ലാരിറ്റി ഇല്ല, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. 5th ആണോ 6th ആണോ എന്നൊക്കെ അറിയാം. അരുണാചൽ ഇപ്പൊ ഏതിലാണ്? 5th ഷെഡ്യൂളിലാണ്. അതിലെന്താണ്? അതില് ഡസ് നോട്ട് പ്രൊവൈഡ് സ്പെഷ്യൽ റൈറ്റ്സ് ഫോർ ദ ഇൻഡോജീനിയസ് കമ്മ്യൂണിറ്റീസ്. അതിൽ സ്പെഷ്യൽ റൈറ്റ്സ് ഇല്ല. 6th ഷെഡ്യൂളിൽ വരുമ്പോൾ എന്തുണ്ട്? ദേ ഹാവ് സ്പെഷ്യൽ റൈറ്റ്സ്. അപ്പൊ അതുകൊണ്ടാണ് അവര് ഡിമാൻഡ് ചെയ്യുന്നത്. Many political parties have been demanding the inclusion of Arunachal Pradesh in the 6th schedule. Avarku oru Arunachal is owner of all natural resources instead of being protectorate only. അപ്പോൾ 6th schedule വരുമ്പോൾ ഈ ഫോറസ്ട്രി എന്നുള്ള സംഗതികൾ കളക്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. ഈ ട്രൈബൽ ലാൻഡിലും അവർക്ക് കൂടുതൽ എന്താ പറയുക, എക്സ്ക്ലൂസീവ് റൈറ്റ്സും മറ്റുമൊക്കെ കിട്ടും. അപ്പൊ ഈ 5th 6th ഷെഡ്യൂളിലെ ഡിഫറൻസസ്, വരുന്ന സ്റ്റേറ്റ്സിലെ വ്യത്യാസങ്ങൾ, അത് നിങ്ങളൊന്ന് പഠിക്കുക. പറ്റുവാണെങ്കിൽ ഇന്ന് എടുത്തൊന്ന് പഠിക്കുക. കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നുള്ളത് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും ഈ എക്സാം പഠിക്കുമ്പോഴും പഠിക്കണം. അൾട്ടിമേറ്റ്ലി നിങ്ങളൊരു ഓഫീസർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വൾണറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഇവരുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസിൽ പ്രത്യേകിച്ചും പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി ഉണ്ടാക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, ഒരു പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളൊരു ചാപ്റ്റർ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയിൽ ഒക്കെ നിങ്ങൾ കാണുന്ന ഒരു ചാപ്റ്ററാണ്.
ഒരുപക്ഷെ അവിടുന്ന് ചോദ്യം വരാനുള്ള സാധ്യത 10-1 എങ്കിൽ തിരിച്ച് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇവരുടെ റൈറ്റ്സ് അല്ലെ 6th ഷെഡ്യൂൾഡ്, അവിടുന്ന് ചോദ്യം വരാനുള്ള സാധ്യത ഒരു 10-7. ഇത്രയും സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടി അത്ര ഏരിയാസ് വായിച്ചിട്ട് പോകും. ഈ എക്സാമിന് പോകുമ്പോഴും വായിച്ചിട്ട് പോകും, നന്നായിട്ട് പോകും. സോ ഇൻക്ലൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് അണ്ടർ 6th ഷെഡ്യൂൾ, അതുകൊണ്ടുള്ള ഗുണം എന്താണ്? 6th ഷെഡ്യൂളിൽ ഇപ്പോ 10 ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് ആണുള്ളത്. കൗൺസിലിൽ ഹെഡ് ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. അത് എവിടെയൊക്കെയാണുള്ളത്? ആസാം, മേഘാലയ, മിസോറാം ആൻഡ് ത്രിപുര. ഇവിടെ ഇങ്ങനെ 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ്. അപ്പൊ ഇതിൽ അരുണാചൽ വരുന്നില്ല. അപ്പൊ ഈ 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ ആൻസർ എഴുതാൻ പറ്റുമോ? പറ്റുമോ? ഓപ്ഷനിൽ ചിലപ്പോൾ തെറ്റായിട്ട് ആസാമിന് ഒരു അരുണാചൽ നിട്ടാലും ഒരു നോർമൽ ലോജിക്കൽ തിങ്കിങ് നിങ്ങൾ ചിന്തിക്കുക, അരുണാചൽ നോർത്ത് ഈസ്റ്റിലാണല്ലോ, ശരിയാണല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ഓപ്ഷനിൽ ചിലപ്പോൾ അരുണാചലില് 5th ഷെഡ്യൂൾ എന്നുള്ളതിന് പകരം 6th എന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പോ 4 സംസ്ഥാനങ്ങൾ, അപ്പൊ ഒരു AM²T ഇങ്ങനെ വല്ല ഒരു ഇക്വേഷൻ ഉണ്ടാക്കി പഠിക്കുക. അപ്പോഴും അരുണാചൽ ഉണ്ടല്ലേ, അരുണാചൽ A കൊണ്ടാ തുടങ്ങി. അപ്പൊ എന്തെങ്കിലും ഒരു കോഡ് വാക്ക് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. സോ ഇത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 1949 ഡെവലപ്പ് ചെയ്തതാണ്. ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസിന്റെ ഫംഗ്ഷനും കൂടി ഒന്ന് മനസ്സിലാക്കുക. അത് ആർട്ടിക്കിൾ 244(2)ലും ആർട്ടിക്കിൾ 275(1)ലും പറയുന്നുണ്ട്. ഗവർണർക്ക് എന്ത് ചെയ്യാം? ഓർഗനൈസ് ചെയ്യാനും റീഓർഗനൈസ് ചെയ്യാനും പറ്റും ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ്. ഗവർണർ ക്യാൻ ഡിവൈഡ് ദി ഡിസ്ട്രിക്ട് ഇൻ ടു സെവറൽ ഓട്ടോണമസ് റീജിയൻസ്. ഇതിൽ 30 മെമ്പേഴ്സ് ആണുള്ളത്. ഗവർണർ ആണ് നോമിനേറ്റ് ചെയ്യുന്നത്, 4 പേര്. അതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റാറ്റിക് ഏരിയയിൽ നിന്നുള്ള പോയിന്റാണ്. 26 പേരെ തെരഞ്ഞെടുപ്പിലൂടെ എലക്ട് ചെയ്യും, അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ. ടേം എത്രയാണ്? 5 years ടേമാണ്. നോമിനേറ്റഡ് മെമ്പേഴ്സിന് എന്നുവരെ നിൽക്കാം. ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി ഗവർണർ എന്നാണ്. എന്ന് വെച്ചാൽ എന്താ? ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി ഗവർണർ എന്ന് വെച്ചാൽ ഗവർണർ രാജിവെക്കാൻ പറഞ്ഞാൽ രാജിവെച്ചേണ്ടി പോകേണ്ടി വരും. റീജിയണൽ കൗൺസിൽ അവർക്ക് പവർ എന്തൊക്കെയാണ്? ഇവരുടെ പവർ ചില ലോസ് ഉണ്ടാക്കാൻ പറ്റും. ഫോറസ്റ്റ്, കനാൽ വാട്ടർ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാരേജ്, ഡൈവോഴ്സ്. അപ്പൊ ഈ സോഷ്യൽ കസ്റ്റംസിന് വലിയ പ്രാധാന്യം കിട്ടും. ഇവരുടെ ഈ ട്രഡീഷണൽ റൈറ്റ്സിന് കൂടുതൽ പ്രാധാന്യം കിട്ടും. ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ ഇതിനകത്ത്? 6th ഷെഡ്യൂളിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? ചോദ്യം ഇത്ര ഈ പറഞ്ഞ കണ്ടന്റിൽ നിന്നൊക്കെയേ വരത്തുള്ളൂ, കൂടുതലൊന്നും വരത്തില്ല. സംശയം ഉണ്ടോ? ചോദിക്കാം. സംശയം ഉണ്ടോ? ഉണ്ട്, ചോദിച്ചോ. നാണക്കേടൊന്നും വിചാരിക്കരുത്, നിങ്ങൾ ചോദിക്കണം. ക്ലാസ്സിൽ വില്ലേജ് കൗൺസിൽസ് ഉണ്ട്, ഡിസ്ട്രിക്ട് കൗൺസിൽസ് കൂടാതെ. ഇപ്പൊ വില്ലേജ് കൗൺസിൽസ് ഓർ കോർട്സ്, അവയുടെ പ്രത്യേകത എന്താ? ട്രയൽ ഓഫ് സ്യൂട്ട്സ്, കേസസ് ബിറ്റ്വീൻ ട്രൈബ്സ്, ഇതൊക്കെ അവർക്ക് നോക്കാം. They hear appeals from them. The jurisdiction of High Court over these suits and cases is specified by the governor. Powers and functions. Schools manage, dispensaries, markets, road, ഇതൊക്കെ അവരുടെ റൈറ്റ്സിൽ വരുന്നതാണ്. എക്സംഷൻസ് എന്താണ്? The acts of parliament or the state legislature do not apply to autonomous districts and autonomous regions or apply with specified modifications and exceptions. Governor can appoint a commission. ഇതൊക്കെ ആ ടെക്സ്റ്റിലൊക്കെയാണ് ഒരു 2-3 പേജുള്ള കുഞ്ഞു കുഞ്ഞു ചാപ്റ്റർ ആണ് അല്ലെ? ആണോ? വലിയ ചാപ്റ്റർ ആണോ? ചെറിയ ചാപ്റ്റർ ആണ്. 6th ഷെഡ്യൂൾ, 5th ഷെഡ്യൂൾ. Examine and report of any matter relating to the administration of the autonomous district of regions. അതുപോലെ അത് ഡിസോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ട്. മറിച്ച് നാഗാലാൻഡ് എങ്ങനെയാണ് ഗവേൺ ചെയ്യുന്നത്? നാഗാലാൻഡ് ഇതിൽ വരുന്നില്ല. നാഗാലാൻഡ് is governed by Article 371A, which says that no act of parliament shall apply in the state in several areas unless Nagaland Assembly so decides by a resolution. These include administration of civil and criminal justice involving decisions according to Naga customary law and ownership and transfer of land and its resources. പ്രാദേശിക നിയമപ്രകാരമാണ് പല കാര്യങ്ങളും
നാഗാലാൻഡിലും നടത്തപ്പെടും. അപ്പൊ ഈ 6th ഷെഡ്യൂൾ അപ്ലൈ ചെയ്യപ്പെടുന്ന 4 സ്റ്റേറ്റ്സ് ഏതാണ് പറയാമോ? ഏതൊക്കെയാണ്? മേഘാലയ, മിസോറം, ത്രിപുര. 3 ഉള്ളൂ. 4. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര. യെസ്, അതിനകത്തൊരു അറ്റ്ലീസ്റ്റ് അതറിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ അരുണാചൽ ആവശ്യപ്പെടുവാണ്. ഇതിനകത്ത് മറ്റ് 7 സിസ്റ്റേഴ്സിൽ ബാക്കി 3 പേര് ഏതൊക്കെയാ? ബാക്കി 3 പേരില്ല. ബാക്കി 3 പേരാരാ? അരുണാചൽ, നാഗാലാൻഡ്, പിന്നെ മണിപ്പൂർ. മണിപ്പൂർ. നോ കോൺഫിഡൻസ് മോഷൻ. ഓക്കെ, നോ കോൺഫിഡൻസ് മോഷൻ പിണറായി ഗവൺമെന്റിനെതിരെ വന്നു. അത് എന്ത് പറ്റി? പരാജയപ്പെട്ടു. 87-40. എന്താണ് നോൺ കോൺഫിഡൻസ് മോഷൻ? ഇതും അഗെയിൻസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. പക്ഷെ ഇത് ബേസിക്കലി സ്റ്റാറ്റിക് പോർഷൻ ആണ്. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഈ പത്രം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ, നിങ്ങൾ ഈ ഒരു കണക്ട്, നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. ആ കീ വേർഡ് ചിലപ്പോൾ സ്റ്റാറ്റിക് ആയിരിക്കും. നോ കോൺഫിഡൻസ് മോഷൻ, പിണറായി വിജയന് പരാജയപ്പെട്ടു. ഇതാണ് പത്രത്തിൽ വായിക്കുന്നത്. നമ്മുടെ തലച്ചോറിലൂടെ പോകത്തേ ഇല്ല ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണെന്നുള്ളൊരു കാര്യം. നമ്മൾ ഉടനെ ഇപ്പൊ പിണറായി വിജയൻ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല നമ്മുടെ കാര്യം. നമ്മുടെ കാര്യം ഈ നോൺ കോൺഫിഡൻസ് മോഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അന്നേരം തന്നെ ടെക്സ്റ്റ് എടുത്ത് നോക്കുന്നു പറയുന്നത്. അതെ. അതുപോലെ നിങ്ങൾ മാപ്പ് വെച്ചിട്ട് വേണം പത്രം വായിക്കണം എന്ന് പറയുന്നു. അതാണ് അറ്റ്ലസ് വെച്ചിട്ട് പത്രം വായിക്കണം. ആ സ്ഥലം എവിടെയാണെന്ന് മാർക്ക് ചെയ്ത് പോകണം എന്ന് പറയുന്നത്. ഒരു ജിയോഗ്രഫി, ഇപ്പൊ നമ്മള് മുമ്പ് ഒരു മൗണ്ടൻ കണ്ടില്ലേ, ഇപ്പൊ റിംഗ് ഓഫ് ഫയർ എന്ന് നിങ്ങൾ പോയിട്ട് ഒരു ഫ്ലൂറസൻ പെൻ വെച്ചിട്ട് അറ്റ്ലസിൽ ആ റിംഗ് ഓഫ് ഫയർ ഒന്ന് മാർക്ക് ചെയ്തിടണം. ഇത് എവിടെയാണെന്നൊന്ന് മനസ്സുകൊണ്ടൊന്ന് കണക്ട് ചെയ്യണം. അപ്പൊ ഈ രീതിയിലൊക്കെ പഠിച്ചാൽ മതി. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മുടെ ജോജോ സാറൊക്കെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്. LS-ന്റെ ഈയിടെ വന്ന അനൂപില്ലേ, നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വന്നില്ലേ? എന്റെ ഫ്രണ്ട് അനൂപ്, മറ്റേ CBI-യിലുള്ള ഡെപ്യൂട്ടി, കുറച്ചാൾ മുമ്പ് ഇന്ററാക്ട് ചെയ്യാൻ വന്നില്ലേ? ഒരു CBI-യുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അനൂപ് മാത്യു. പുള്ളിയുടെ ബ്രദറാണ് ജോജോ സാർ. ജോജോ സാർ കറണ്ട് അഫയേഴ്സ് അതെ ഇടയ്ക്ക് വന്നു. LS-ന്റെ ഡയറക്ടറാണ് അദ്ദേഹവും. ഈ രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോ നോ കോൺഫിഡൻസ് മോഷൻ എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഗവൺമെന്റിനെതിരെ ലോക്സഭയിലാണ്. രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മേജർ പോയിന്റ് ശ്രദ്ധിച്ചോ. 198 ആർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല. അബൌട്ട് either a confidence or a no confidence motion. ഇതിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല. ആ പോയിന്റ് പ്രിലിമിനറി ഓപ്ഷൻ ആയിട്ട് വരും. Article 75 does specify that the Council of Ministers shall be collectively responsible to Lok Sabha. Article 75. Council of Ministers shall be collectively responsible to Lok Sabha. അത് തലച്ചോറിൽ കയറ്റിക്കോണം. രാജ്യസഭയോടല്ല ഉത്തരവാദിത്വം. ഏത് സഭയോടാണ്? ലോക്സഭയോടാണ്. ലോജിക്കലി തിങ്ക് ചെയ്താൽ മതി. എന്താ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടത്? രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ട് കാര്യമില്ല. ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായാലേ ഇലക്ടഡ് ഗവൺമെന്റ് വരത്തുള്ളൂ. ആണോ? അതെ, അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നിങ്ങളൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്യുന്നുണ്ടോ എന്നുകൂടി നോക്കുന്ന ഒരു ആൻസർ ആണ്. ഐ മീൻ, ഇപ്പൊ രാജ്യസഭയിലൊക്കെ നോമിനേറ്റഡ് മെമ്പേഴ്സും കൂടുതലും പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ MLA-മാരുടെ വോട്ട് ഷെയറിങ്ങിന്റെ അടിസ്ഥാനത്തിലൊക്കെ വരുന്ന ആളുകളാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് ലോക്സഭ. പിന്നെ കോൺഫിഡൻസ് മോഷൻ ചെയ്യണ മിനിമം 50 പേരുടെ സപ്പോർട്ട് വേണം. അത് മനസ്സിലാക്കുക. ഈ മോഷൻ പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗവൺമെന്റിന് അധികാരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് താഴ്ത്തും. അപ്പൊ ആർട്ടിക്കിള് ഇതില് കീ പോയിന്റ്സ് എന്താണ്? ഇതിനെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആർട്ടിക്കിൾ 75 സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. അപ്പൊ 75 ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും. ഇതാണ് നിങ്ങൾ ഈ പത്രം വായിച്ചു പോകുമ്പോഴും നിങ്ങളുടെ തന്നെ ഓൺ നോട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെ. അടുത്ത 92nd പോയിന്റ്
നമ്മൾ ഏതാണ്ട് 100 പോയിന്റുകളിലേക്ക് അടക്കാണ് പ്രധാനപ്പെട്ട ആ മാസത്തെ. Jammu and Kashmir Lieutenant Governor G.C. Murmu was recently appointed as new Comptroller and Auditor General of India. അപ്പൊ അഗെയിൻ ഇതും സ്റ്റാറ്റിക് ആണോ? CAG സ്റ്റാറ്റിക് പോർഷൻ ആണോ? അപ്പോയിന്റ്മെന്റ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പൊ ഈ രീതി നിങ്ങൾ പഠിച്ചു പോയാൽ എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിക് പോർഷന്റെ ഒരു വലിയൊരു ശതമാനം നമ്മൾ കവർ ചെയ്യുവോ? പഠിക്കേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായോ? ഈ രീതിയിൽ തന്നെ വേണം നിങ്ങൾ പഠിച്ചു പോവാൻ. അപ്പൊ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇൻ ചാപ്റ്റർ 5 അണ്ടർ പാർട്ട് 5 CAG ആർട്ടിക്കിൾ 148 തൊട്ട് 151 വരെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് IAAS. ഈ സെറിനൊക്കെ ഇല്ലേ, ഈ ഒറ്റപ്പാലത്ത് മത്സരിച്ച സെറിനില്ലേ, IAS ഹോട്ട്സ്പോട്ടിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സെറിനെ അറിയോ? സെറിൻ അതെ സെറിൻ IAAS ആയിരുന്നു. ഈ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിൽ നിന്നാണ് അദ്ദേഹം റിസൈൻ ചെയ്തത്. അപ്പൊ അതിലൊക്കെ വരുന്ന ആളുകളാണ് ഏത് തലത്തിലേക്ക് വരുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത്. അദ്ദേഹമാണ് ഗാർഡിയൻ ഓഫ് കൂടുതലും ഇങ്ങനെ നിയമിക്കുന്നത്. അല്ലല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് എപ്പോഴും വരുന്ന IAAS കാരനാണ്. പക്ഷേ മർമുവും വിനോദ് റായ് ഒക്കെ IAS കാരായിരുന്നു. വിനോദ് റായ് IAS അല്ലേ? അല്ല, IAS ആണോ? കേരള IAS ഓഫീസ് ആണോ? ഒന്ന് എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. എന്താണെങ്കിലും ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അദ്ദേഹം തന്നെ ആയിരിക്കും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പദവികളിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരാറുണ്ടല്ലോ ഹെഡായിട്ട് വരുമ്പോൾ. ഇപ്പൊ ഹോം സെക്രട്ടറി ആരാണ്? IAS കാരനാണ് അല്ലെ? പോലീസ് ഫോഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് വരാറില്ല. ഓക്കെ, പബ്ലിക് പേഴ്സന്റെ ഗാർഡിയൻ ആണ് അദ്ദേഹം. കൺട്രോൾസ് എൻറ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് ദ കൺട്രി. അപ്പൊ ഗാർഡിയൻ ഓഫ് ദ പബ്ലിക് പേഴ്സൺ ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അത് മനസ്സിലായി. ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷന് എന്ത് ചെയ്യുക? പാർലമെന്റിന് ഹെൽപ്പ് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുക, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. പ്രസിഡന്റ് ആണ് ഒപ്പുവെക്കുന്നത്. 6 വർഷത്തേക്കാണ് അപ്പോയിന്റ്മെന്റ്, അല്ലെങ്കിൽ 65 വയസ്സ്. ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? സെന്ററിന്, പ്രസിഡന്റിനും ഗവർണർക്കും കൊടുക്കും. 3 ഓഡിറ്റ് റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്, ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ഫിനാൻസ് അക്കൗണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പാക്ക് പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ നോക്കിക്കോണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PAC, അതിന്റെ ഒരു ഫ്രണ്ടും ഫിലോസഫറുമാണ് ഇദ്ദേഹം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താ ചെയ്യും? ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ആളുകള് ഈ പാർലമെന്റിൽ നിന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെലവാക്കുന്ന പൈസയൊക്കെ കൃത്യമായിട്ട് ചെലവാക്കുന്നുണ്ടോ? അവർ ഓഡിറ്റിങ്ങിനൊക്കെ വരും. പല സ്ഥലങ്ങളിൽ അവർ ഓഡിറ്റിങ്ങിന് ഒക്കെ ചെല്ലും. അപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ CAGയുടെ ഫങ്ഷൻസ് മനസ്സിലാക്കുക. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഒക്കെ സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. CAG ഓത്ത് എടുക്കുന്നുണ്ട്. CAG ഓത്ത് അല്ലെ? എന്താ പറഞ്ഞു? അത് പറഞ്ഞു, അത് എന്താ ഉദ്ദേശിച്ചത്? CAG ഓത്ത് ഓർ അഫർമേഷൻ എടുക്കുന്ന. ഓക്കെ. ഓത്ത് അഫർമേഷൻ എടുക്കുന്നുണ്ട്. അടുത്ത 93 ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിംഗ് ഏജൻസി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി 455 കോടി രൂപയുടെ ഒരു ഫണ്ട് കിട്ടി പുതിയ ബിൽഡിങ്ങും മറ്റുമൊക്കെ പണിയാൻ വേണ്ടിയിട്ട്. നമ്മള് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോൾ രൂപം കൊണ്ടേക്കുകയാണ്. ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷൻ നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഫണ്ടില്ല. അപ്പൊ പല അക്കാഡമിക് സർക്കിളിലുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു UGCക്ക് പകരമുള്ള സംവിധാനമാണോ? UGCയുടെ ഫണ്ട് ഇതൊരു സ്പെഷ്യൽ ഫണ്ടിങ് ഏജൻസിയാണ്. കൂടുതൽ പകരമായിരിക്കുമല്ലോ. UGC ഇപ്പൊ പാരലി ഉണ്ടല്ലോ. UGCയുടെ
UGCയുടെ ഫണ്ടിന് എനിക്ക് തോന്നുന്നു ലിമിറ്റേഷൻ കാണുകയില്ലേ. ഇത് കുറച്ചുകൂടെ വലിയ ഒരു NBFC പോലെയൊക്കെയാണ്, നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC. ആ രീതിയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോ വലിയ തുകയുടെ ഫണ്ടൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ശരിക്കും മൊത്തം ഫണ്ടും ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ചെയ്യുന്നത് UGC അല്ലേ? അതെ അതെ അതെ, UGC സഹായമാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ. കോളേജുകൾക്ക് ലൈബ്രറി പണിയാനും ഹോസ്റ്റൽ കെട്ടാനും ഒക്കെ പൈസ കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ലെവലിലുള്ളത് UGC ഉണ്ടല്ലേ? UGC അതെ. റീകൺസ്ട്രക്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇതാണോ അത്? അപ്പൊ ഞാൻ അത് പക്ഷെ ഇതുവരെ UGC മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ UGC സജീവമാണ്. അപ്പൊ ഇത് മിനിസ്ട്രി MHRDയുടെ കീഴിലാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് വരുന്നത്. നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ്. എന്ന് വെച്ചാൽ NBFC എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷനെയാണ് NBFC എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഈ മുത്തൂറ്റൊക്കെ NBFC ആണ്. പക്ഷെ അവർക്ക് ഡെപ്പോസിറ്റ് എടുക്കാം, ഇവർക്ക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. MHRDയുടെ പേര് ഇപ്പൊ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ മാറ്റിയില്ലേ? മാറ്റിയിട്ടുണ്ടാവും. മാറ്റിയിട്ടുണ്ട്. പുതിയ റീസെന്റ് മാറ്റിയല്ലേ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷെ ഇപ്പൊ ഇതിലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇത് പക്ഷെ ഓഗസ്റ്റിലെ അല്ലേ, August 2020 കഴിഞ്ഞ വർഷത്തെ 1 year ബാക്ക് ഉള്ള ഒരു സംഗതിയാണ്. ഈ 2020 പ്രിലിംസിന് എത്ര ഫോക്കസ് ചെയ്യേണ്ടത്? ഏത് മുതലാണ് കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യേണ്ടത്? എന്താ ചോദിച്ചേ? ഒന്നുകൂടെ ചോദിക്കാവോ? 2022 പ്രിലിംസിന് വേണ്ടിയിട്ട് ഏത് തൊട്ടാ നമ്മള് പ്രിലിംസ് ഫോക്കസ് ചെയ്യേണ്ടത്? ഏറ്റവും നല്ലത് ജാനുവരി തൊട്ട് നോക്കിയാൽ അത്രയും നല്ലതാണ്. ജാനുവരി പറ്റുന്നില്ല എങ്കിൽ ഒരു ജൂൺ ടു ജൂൺ നോക്കും. ഒരു ജൂൺ ടു മെയ് ഏപ്രിലൊക്കെ വരെയുള്ളത് നോക്കിയാലും തെറ്റില്ല. ഒരു പ്രിലിം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ വർഷം പ്രിലിം നീട്ടി വെച്ചില്ലേ, എന്നാലും ലാസ്റ്റ് 1 year എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. പക്ഷെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളോട് ഞാൻ പറയും ലാസ്റ്റ് 1 year അല്ല, ആ ജാനുവരി തൊട്ടുള്ളത് നോക്കിയാൽ വളരെ കംപ്ലീറ്റ് പറയുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ നമ്മള് ഓഗസ്റ്റ് തൊട്ട് ജാനുവരി എല്ലാം കവർ ചെയ്ത് നമ്മള് ഓഗസ്റ്റ് വരെ എത്തും ഇപ്പൊ ഇത് തീരുമ്പോഴേ. അപ്പൊ അതായത് 2022 എഴുതുന്നവർക്കും ഈ സെഷൻ ഗുണകരമായിരിക്കും കുറെയൊക്കെ, ഫുള്ളല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. മിനിസ്ട്രി ഓഫ് HRD ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, കാനറ ബാങ്ക്. ഇവർ മൂന്നും ചേർന്നിട്ടുള്ള ഒരു ഫണ്ടാണ്. കമ്പനീസ് ആക്ട് പ്രകാരമാണ് വന്നേക്കുന്നത്. ടോപ്പ് ഗ്ലോബൽ റാങ്കിങ്ങിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം. പിന്നെ റൈസ് 2022 എന്നുള്ള ഒരു സ്കീമുണ്ട്, അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയാണ്. അത് ബജറ്റിൽ കൊണ്ടുവന്ന സ്കീമാണ്, 2018-19 ബജറ്റ്. റീവൈറ്റലൈസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ. From the initial objective of financing infrastructural needs of select higher educational institutions, 20,000 crores ആണ് ഇതിൽ മാറ്റി വെച്ചത്. പിന്നെ ഈ ട്രൈഫെഡിന്റെ ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ. ട്രൈഫെഡ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോണം. ട്രൈഫെഡ് എന്താണ് ചെയ്യുന്നത്? സത്യം 33 വർഷമായി മിക്കവാറും. അതൊരു കോഓപ്പറേറ്റീവ് ബോഡിയാണ്. ഈ ട്രൈബ്സ് കളക്ട് ചെയ്യുന്ന മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ഇപ്പൊ ഈ കുറുമ്പുല്ലൊക്കെ കിട്ടത്തില്ലേ? കുറുമ്പുല്ലെന്ന് വെച്ചാൽ എന്താ? റാഗിയാണോ കുറുമ്പുല്ല്? കുറുമ്പുല്ല് എന്താണ്? ട്രൈബൽ ഏരിയയിലൊക്കെ ട്രൈബ്സ് ഒക്കെ കൂടുതൽ ഉണ്ടാക്കുന്ന ചുവപ്പ് കളറിലുള്ളൊരു പിള്ളേർക്കൊക്കെ അരച്ച് കൊടുക്കുകയില്ലേ? എന്താണ്? റാഗിയല്ലേ? റാഗിയാണ്. അപ്പൊ അതൊക്കെ എക്സ്ട്രാ വരുന്നുമ്പോ ഈ ട്രൈഫെഡ് വഴി ഇവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യാം. തേൻ തന്നെ പല രീതിയിലുണ്ട്. ഇതൊരു ഇത് ട്രൈബൽ മേഖലയിലെ പട്ടിണി മാറ്റി ഒരു വലിയ പ്രൊജക്റ്റാണ്. അപ്പൊ ഇതിന്റെ കീഴിൽ വരുന്നതാണ് ബാംബു ഫെഡ് ഒക്കെ. ബാംബു ഫെഡ് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്, ഇത് സെൻട്രലിന്റെ ആണ് ട്രൈഫെഡ്. അപ്പൊ അവര് ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇവര് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? പ്രത്യേകിച്ചും ട്രൈബൽ കമ്മ്യൂണിറ്റി. ഇതെടുക്കാൻ ആളില്ല, മനസ്സിലായില്ല. അവർ തേനൊക്കെ എടുത്ത് വിറ്റുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആളില്ല. ഇപ്പൊ റീസെന്റ്
റൈറ്റർ ആയിട്ടുള്ള ഇന്ദു മേനോൻ, അവര് ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ഇടയിലാണ് വർക്ക് ചെയ്ത്. അവരുടെ അപ്പൊ പുള്ളിക്കാരി ആമസോണിലൂടെ അവരുടെ തേനൊക്കെ വിൽക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്താടിന്റെ എന്താണ് ജോലി? എന്താണ് കൃത്താട്? അവരെന്താ ചെയ്യുന്നത്? ഡയറക്ടർ എന്തോ അല്ലായിരുന്നോ? അതെ അതെ. എന്താ അത് അവരുടെ ഉദ്ദേശം? അവരെന്താ ചെയ്യുന്നത്? കൃത്താട് എന്താ ചെയ്യുന്നത്? കേരളത്തിലെ ഇൻഡിജിനിയസ് പീപ്പിൾ ഇപ്പൊ ഇൻഡിജിനിയസ് പീപ്പിൾസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഓർഗനൈസേഷൻ അല്ലേ? അത് ടീച്ചിങ് അങ്ങനെയുണ്ടോ? അക്കാഡമിക് പ്രോഗ്രാംസ് ഉണ്ടോ അവർക്ക്? അക്കാദമിക് പ്രോഗ്രാംസും ഉണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് ഈ ട്രൈബൽ സ്റ്റാർട്ടേഴ്സ് ഒക്കെ നമുക്കൊരു സംശയം വരുന്ന സമയത്ത് അവിടേക്കാണ് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓ, ഡാറ്റ ഇവർക്കാ കൊടുക്കുന്നത്, ഇവരാണ് ഇതിനെ തീരുമാനിക്കുന്നത് അല്ലേ? മനസ്സിലായി. അപ്പൊ ട്രൈഫെഡിന്റെ ഒരു ഇനിഷ്യേറ്റീവ്സ് ഒന്ന് വൻധൻ സാമാജിക് ദൂരി ജാഗ്രത അഭിയാൻ എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. അത് ട്രൈബൽ എഡ്യൂക്കേഷൻ. ഈ സ്കീംസ് ഒക്കെ വേണം നിങ്ങൾക്ക് ഇത് മെയിൻ പോയിന്റ് ഓഫ് വ്യൂ ഗുണകരമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അവിടെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം. വൻധൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, SHGs ഉണ്ടാക്കി. ഇതൊക്കെ വലിയ സ്റ്റെപ്പാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? അവിടെ തന്നെ അവർ സോപ്പ് ഉണ്ടാക്കുന്നു, ഡിസ്ഇൻഫെക്ടൻസ് ഉണ്ടാക്കുന്നു. അപ്പൊ അവിടെ എക്കണോമിക് ഡെവലപ്മെന്റും കൂടിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മെയിനിലേക്ക് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന പോയിന്റ്സ്. പിന്നെ റീവാമ്പിംഗ് MSP, ഈ ട്രൈബൽ പ്രൊഡക്ട്സിന് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊണ്ടുവരും. ട്രൈ ഫുഡ് സ്കീം കൊണ്ടുവരും. ടെക് ഫോർ ട്രൈബൽ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. പ്രധാനമന്ത്രി വൻധൻ യോജന മറ്റൊരു പ്രധാനപ്പെട്ട സ്കീമാണ്. ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ കൊണ്ടുവരും. അടുത്തത് നേവൽ ഇന്നോവേഷൻ ആൻഡ് ഇൻഡിജൈനൈസേഷൻ ഓർഗനൈസേഷൻ ലോഞ്ച്. ഇതൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. Naval Technology Acceleration Council (NTAC) will bring together the 10 aspects of innovation, indigenization. Indigenization എന്ന് വെച്ചാൽ തദ്ദേശീയമായിട്ട് നമ്മൾ കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കും. വർക്കിംഗ് ഗ്രൂപ്പ് അതിനുവേണ്ടി ഫോം ചെയ്യുന്നുണ്ട്. ടെക്നോളജി ഡെവലപ്മെന്റ് ആക്സിലറേഷൻ സെല്ല് രൂപം കൊടുക്കും. NIOയുടെ ഫംഗ്ഷൻ എന്താ? അക്കാഡമിഷ്യ, ഇൻഡസ്ട്രി ഇവരുമായിട്ട് കണക്ട് ചെയ്ത് ബെറ്റർ പ്രൊജക്ട്സ് കൊണ്ടുവരികയാണ് ഇവരുടെ ഉദ്ദേശം. ഡ്രാഫ്റ്റ് ഡിഫൻസ് അക്വസിഷൻ പോളിസി 2020 ഇതൊന്ന് മനസ്സിലാക്കണേ. ഈ ഡ്രാഫ്റ്റ് ഡിഫൻസ് അക്വസിഷൻ പോളിസി, അപ്പൊ ഇന്ത്യയുടെ GDPയുടെ വലിയൊരു ശതമാനം ഡിഫൻസ് അക്വസിഷന് വേണ്ടി നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ഡിഫൻസ് പർച്ചേസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇന്ത്യൻ നേവിയും ഡയറക്ടർ ഓഫ് ഇൻഡിജനൈസേഷനും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ ആയുധങ്ങളും കപ്പലുകളും ഒക്കെ നിർമ്മിക്കുന്ന രീതിയും ഉണ്ട്. ഇത് തദ്ദേശീയമായിട്ട് നേവിക്ക് വേണ്ട ഡിഫൻസ് റിലേറ്റഡ് എക്യുപ്മെന്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇത് സഹായകരമാകും. അടുത്ത NRA, നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി. ഇത് എന്താ ചെയ്യുന്നത്? ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി വരിക. എക്സാമിനേഷൻ ഇവരായിരിക്കുന്നത്. CET to screen or shortlist candidates. അപ്പൊ ഇതാരാ നടത്തുന്നത്? അത് പലരാ നടത്തുന്നത്. SSC നടത്തും, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തും, IBPS നടത്തും. അപ്പൊ ഇത് എങ്ങനെ മാറാൻ പോകും? കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ് CET എന്ന് പറഞ്ഞ ആദ്യം ഒരു കോമൺ സാധനം വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഇത് നല്ലതാണോ മോശമാണോ? വാട്ട് ഡു യു സേ? ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഫീസ് പലതിനും ഫീസ് കൊടുക്കണ്ടേ? പലതിനും ഫീസ് കൊടുക്കണ്ട. പിന്നെ ആദ്യത്തെ റൗണ്ടിൽ എക്സാം കോമൺ പാസ്സായ എല്ലാം നിങ്ങൾക്ക് അടുത്ത റൗണ്ട് എഴുതാൻ പറ്റും അല്ലേ? പല എക്സാം നടത്തുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. സെക്രട്ടറി റാങ്കിലുള്ള ഒരു ചെയർമാനാണ് ഉണ്ടാവുക. റെയിൽവേ, അതുപോലെ ഫിനാൻസ്, SSB, RRB, IBPS ഇവരുടെയൊക്കെ ആളുകൾ ഉണ്ടാവും. കോമൺ പ്രിലിമിനറി പല എക്സാംസിന് വേണ്ടി നടത്തുന്നു. ഇത് നല്ലതല്ലേ? കാര്യം ഇപ്പൊ ഈ പ്രിലിമിനറി എക്സാം നടത്തുകയാണ് ഇപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി ആണോ? UPSCയുടെ പ്രിലിമിനറി എക്സാം ആണെങ്കിലും എന്താ പ്രശ്നം? ഒരു വലിയൊരു ചെറിയൊരു പരിപാടിയാണോ? അല്ല, അതൊരു വലിയൊരു മാസ് ഇവന്റ് ആണ്. അതാണ് ഇത്രയും നാൾ മാറ്റി വെക്കുന്നത്. 2 വർഷം നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. 12th പാസ്, 10th പാസ്, ഇതായിരിക്കും. പിന്നെ ഗ്രാജുവേറ്റ്, ഇങ്ങനെ 3 ലെവൽ. അപ്പൊ ഇത് however the present agencies
will remain in place. അവരും ഉണ്ടാവും. Armed Forces Tribunal, Delhi-based, has initiated hearing of matters pertaining to regional benches through video conference. The Armed Forces Tribunal എന്ന് പറയുന്നത് മിലിറ്ററി ട്രൈബ്യൂണൽ ആണ്. അത് ആംഡ് ഫോഴ്സസ് ട്രൈബ്യൂണൽ ആക്ട് പ്രകാരമുള്ളത്. മിലിറ്ററി ക്രൈംസ് ഒക്കെ ഈ ട്രൈബ്യൂണലിന്റെ കീഴിലായിരുന്നു. സിവിൽ കോർട്സിലേക്ക് വരുമോ? ഇല്ല, വരത്തില്ല. അതും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. 169th ലോ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം സുപ്രീം കോടതി ഡയറക്റ്റീവ്സ് പ്രകാരം ഒക്കെയാണ് ഇത് വന്നത്. ഇതിലൊരു ജുഡീഷ്യൽ മെമ്പർ ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ ഉണ്ടാവും. ഇന്ത്യൻ ഈ ആംഡ് ഫോഴ്സസിൽ ഒരു ജുഡീഷ്യൽ സർവീസ് ഉണ്ട്, അറിയാമോ? ലോ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സിവിൽ സർവീസ് ആസ്പിരൻസ് ഒക്കെ അത് അപ്ലൈ ചെയ്ത് കയറി പോകാറുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഒരാൾ ആ സർവീസ് കയറിപ്പോയി. ആംഡ് ഫോഴ്സസിൽ ജഡ്ജായിട്ടൊക്കെ വരും, അങ്ങനത്തെ പദവിയിലേക്ക് കയറാൻ പറ്റും. ജുഡീഷ്യൽ മെമ്പേഴ്സ് ആരായിരിക്കും? റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സ് ആരായിരിക്കും? മേജർ ജനറലിന്റെ റാങ്കുള്ള ഒരാളായിരിക്കും. അടുത്ത ആന്ധ്രാപ്രദേശിന് 3 ക്യാപിറ്റൽ. എവിടേക്കാ വരിക? ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. YSR കോൺഗ്രസിന്റെ ഈ ഒരു സംഗതി 3 ക്യാപിറ്റൽ. അതിനെ ഒപ്പോസ് ചെയ്ത് ഒരുപാട് പേര്. എന്തായിരിക്കും ഒപ്പോസ് ചെയ്ത് വരാനുള്ള കാര്യം? കഴിഞ്ഞ ദിവസം എന്തോ ഇഷ്യൂ ഉണ്ടായില്ലേ അതുമായി ബന്ധപ്പെട്ട്? വരുന്നുണ്ട്. അപ്പൊ ഇതില് പക്ഷെ പോസിറ്റീവ് സൈഡ് എന്താണ് ഇതിന്റെ? 3 റീജിയൻ ഡെവലപ്പ് ചെയ്യും. എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതാണ്. ഇപ്പൊ മമതാ ബാനർജിയൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇത് മറ്റു ചിലർ പറയുന്നത് ഇത് ഒരു കാര്യമുണ്ട്, ഒരു സ്ഥലത്ത് പോയാൽ മതിയല്ലോ, അങ്ങനെ പറയുന്ന വലിയ കഥയുണ്ടോ? അമരാവതി ലെജിസ്ലേച്ചർ ക്യാപിറ്റൽ, വിശാഖപട്ടണം എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ. അപ്പൊ ഒരു വേറൊരു പ്രശ്നം, തമ്മിലുള്ള ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാ. ഈ വിശാഖപട്ടണത്തിലേക്കൊക്കെ ഭയങ്കര അല്ലെ, അറ്റ്ലീസ്റ്റ് എക്സിക്യൂട്ടീവ് ക്യാപിറ്റലും ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലെങ്കിലും ഒരിടത്ത് വേണം അല്ലേ? അല്ലെങ്കിൽ ഈ നിയമസഭ കൂടുമ്പോ ഇവര് ട്രാവൽ ചെയ്യേണ്ടി വരില്ലേ ഈ മന്ത്രിമാരെല്ലാം, അല്ലേ? നമ്മളുടേത് രണ്ടിടത്തില്. ജുഡീഷ്യൽ വേറൊരു സ്ഥലത്ത് വന്നാലും ഓക്കെയാണ്. അതിപ്പോ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും ഇത്ര ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാന്ന് തോന്നുന്നു സാർ. ആണ് അവിടെ കേരളം പോലെ അല്ലല്ലോ, അല്ലേ? ഇത് വലിയ സ്റ്റേറ്റ്. ക്യാപിറ്റലും എക്സിക്യൂട്ടീവ് ക്യാപിറ്റലും 2 സ്ഥലത്താക്കുന്നത് മണ്ടൻ തീരുമാനമല്ലേ? അതെ, ഉറപ്പായിട്ടും. കാര്യം ഈ പറഞ്ഞ പോലെ നിയമസഭ കൂടുമ്പോ മിനിസ്റ്റേഴ്സ് എല്ലാം അവിടെ വരണ്ടേ, മുഖ്യമന്ത്രി വരണം. അപ്പൊ അവര് 2 ഇടത്തേക്ക് പോകുന്നതിൽ എന്താ കഥ? ഈ സിറ്റീസിലെ ട്രാഫിക് കുറെയൊക്കെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കര കൂടുതലാണ്. എക്സ്പെൻസ് കൂടും, ട്രാവലിംഗ് എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട്. അങ്ങനെ വേറെയുള്ളത് ആർക്കുള്ളത്? മഹാരാഷ്ട്രക്ക് 2 ക്യാപിറ്റൽ, മുംബൈ, നാഗ്പൂർ. കേട്ടോ, വിന്റർ സെഷൻ 2 ഇടത്താണ് നടക്കുന്നത്. ഹിമാചൽ പ്രദേശിന് ഷിംലയും ധരംശാലയും. ജമ്മു ആൻഡ് കാശ്മീരിനും അങ്ങനെ 2 ഇടത്ത്. ജമ്മു ആൻഡ് കാശ്മീരിനെ മാറ്റിയത്. ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പൊ ഇല്ലല്ലോ. അത് മാറ്റി. ഈ ദർബാർ ഷിഫ്റ്റിംഗ് അങ്ങനെ എന്താ അതിന്റെ പേര്? മനസ്സിലായി. ഇത് ഒരു ഇതേപോലെ ക്യാപിറ്റൽ സിറ്റിയിലെ വന്നു. അത് മമതാ ബാനർജി ഒക്കെ പറഞ്ഞായിരുന്നു. ഇന്ത്യയുടെ എന്താണ് കൊൽക്കട്ട, പിന്നെ ചെന്നൈ, ഡൽഹി, അങ്ങനല്ലേ പറഞ്ഞു? അങ്ങനെ ഉണ്ട് അല്ലെ? മമതാ ബാനർജി ഒരു വ്യൂ പറഞ്ഞില്ലേ എല്ലായിടത്തായിട്ട് വേണം എന്നുള്ളത്. എന്തൊക്കെയാണല്ലോ അതൊക്കെ ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. മെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഒരു പക്ഷെ ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ നിങ്ങളുടെ ഒരു വ്യൂ എക്സ്പ്രസ് ചെയ്യും. വ്യൂ എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ക്ലോസ് 6 ഓഫ് ആസാം അക്കോർഡ്. ആസാം അക്കോർഡ് അതിന്റെ ക്ലോസ് 6 ഒരു ഇംപ്ലിമെന്റേഷൻ റെക്കമെൻഡേഷൻ ചർച്ച ചെയ്യപ്പെട്ടു. കീ പ്രൊവിഷൻ
നമുക്കറിയാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഹോം മിനിസ്റ്റർ 2019 ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആണ് അതിന്റെ ഹെഡ്. അതില് ഡിഫൈൻ ദ ആസാമീസ് പീപ്പിൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നു. ആസാമിന്റെ പ്രത്യേകത, ആസാമിൽ ഒത്തിരി മൈഗ്രന്റ് പീപ്പിൾ ഉണ്ട്. ഇപ്പൊ ഇവരൊക്കെ പക്ഷെ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ആസാമിൽ ഉള്ളവരുമായി. അപ്പൊ ആസാം അക്കോർഡിന്റെ ഗവൺമെന്റുമായിട്ട് സൈൻ ചെയ്ത ആസാം അക്കോർഡ് ഗവൺമെന്റ് മുൻപോട്ടേക്ക് കൊണ്ടുവന്ന ക്ലോസ് 6 പറയുന്നത് ആസാം അജിറ്റേഷന് ശേഷം 1979-85 ആസാമിലെ സ്റ്റുഡൻസ് യൂണിയനുകളെല്ലാം വലിയ സമരം ഉണ്ടാക്കി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആസാം അക്കോർഡ് സൈൻ ചെയ്ത് വരുന്നത്. അപ്പോ അതിൽ പറയുന്ന കാര്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ, ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സേഫ് ഗാർഡ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു പ്രൊട്ടക്ട്, preserve and promote cultural, social, linguistic identity and heritage of the people of Assam. ആസാമിലെ ആളുകൾക്ക് അവരുടെ ഒരു വ്യക്തിത്വം, തനിമ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ്. അപ്പൊ സോഷ്യോ പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചും ഇൻഡോജീനിയസ് പീപ്പിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഇൻഡോജീനിയസ് പീപ്പിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് ആവാൻ കാര്യം? നിയർ ബൈ സ്റ്റേറ്റിൽ നിന്നൊക്കെ വേറെ ട്രൈബ്സ് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ആസാം അക്കോർഡ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതും അഗെയിൻ കറണ്ട് ആണ്, പക്ഷെ സ്റ്റാറ്റിക് പോർഷനാണ്. മെമ്മോറാണ്ടം ഓഫ് സെറ്റിൽമെന്റ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ആസാം മൂവ്മെന്റ് ലീഡേഴ്സുമായിട്ട് 85 സൈൻ ചെയ്തു. ഇതൊരു ക്ലാരിറ്റിയോടെ മനസ്സിലാക്കണേ. ഇതൊരു നമുക്ക് ഈ പശ്ചാത്തലം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയും കൂടിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ മറ്റ് ഏരിയയിൽ പഠിച്ചതിന്റെ ഒരു റിവിഷനും കൂടെ നടക്കും. നിങ്ങൾ പൊളിറ്റി പഠിച്ച ചില കാര്യങ്ങളായിരിക്കാം അതിന്റെ റിവിഷനും ഉണ്ട്. അപ്പോ ഇവിടെ അക്കോർഡ് സെറ്റ്സ് March 24, 1971 ആസ് കട്ട് ഓഫ് സിറ്റിസൺ എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അതിന് ശേഷം വന്നവരെ അല്ല കണക്കിലെടുക്കുന്നത്, അതിന് മുമ്പുള്ളവരെ കണക്കിലെടുക്കുന്നത്. ആസാമീസ് പീപ്പിൾ എന്നുള്ളതിനകത്തുള്ള ഡെഫിനിഷനിൽ ക്ലോസ് 6 ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഹു ആർ പാർട്ട് ഓഫ് ആസാമീസ് കമ്മ്യൂണിറ്റി 51 മുമ്പുള്ളത്, ഇൻഡോജിനിയസ് ട്രൈബൽ കമ്മ്യൂണിറ്റി 51 മുമ്പുള്ളത്, ഇൻഡോജിനിയസ് കമ്മ്യൂണിറ്റി ആസാം ടെറിട്ടറിയിലുള്ളവർ 51 മുമ്പുള്ളത്, ഓൾ അതർ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ റിസൈഡിങ് ഇൻ ദ ടെറിട്ടറി ഓഫ് ആസാം 59 മുമ്പുള്ളവർ, അവരെയൊക്കെ ആസാമീസ് ആയിട്ട് കണക്കിലെടുക്കും. ഡിസെൻഡൻസ് ഓഫ് ദി എബോ കാറ്റഗറീസ്, ഇവരുടെ അവകാശം, ഇവരെ ആസാമീസ് പീപ്പിൾ ആയിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ മറ്റൊരു സൈഡിലുള്ള ഒരു പ്രോബ്ലം എന്താ, അവിടെ 30-35 വർഷമായിട്ട് താമസിക്കുന്ന ചിലർക്ക് എന്ത് പറ്റും? ഡെഫിനിഷനിൽ നിന്ന് പുറത്ത് പോവുമോ? അതാണ് ഒരു ചലഞ്ച്. മിനിമം മാരേജ് ഏജ് ഫോർ വിമൻ, ഇത് കഴിഞ്ഞ വർഷം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. എന്താ ചെയ്തത്? ഒരു കമ്മിറ്റി ഹെഡ് ചെയ്ത്, ആരാണ് ഹെഡ് ചെയ്തത്? ജയ ജയ്ക്ക്, പഴയ സമതാ പാർട്ടിയുടെ ഒക്കെ നേതാവാണ് ജയ ജയ്ക്ക്. ജോർജ് ഫെർണാണ്ടസ് ഒക്കെ പഴയ വാജ്പേയി മിനിസ്ട്രി മന്ത്രിയായിരുന്നു. എനിക്കൊന്ന് ജയ ജയ്ക്ക് മിനിസ്റ്റർ ആയിരുന്നു എന്ന് എനിക്ക് സംശയം. മിനിസ്റ്റർ ആയിരുന്നു, MP ആയിരുന്നു അല്ലെ? അപ്പൊ ഈ അമ്മയാവാനുള്ള പ്രായം അത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാരേജ് ഏജ് 21 ആണിന്, പെണ്ണിന് 18. അപ്പോ മിനിമം ഏജ് ഓഫ് മാരേജ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ഏജ് ഓഫ് മജോറിറ്റി വിച്ച് ഇസ് ജെൻഡർ ന്യൂട്രൽ. അപ്പൊ ഹിന്ദു മാരേജ് ആക്ട് 18 വയസ്സാണ് പറയുന്നത്. അതുപോലെ ഫോർ ദ ബ്രൈഡ് ആൻഡ് 21 മിനിമം ഫോർ ദ ഗ്രൂം. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ചൈൽഡ് മാരേജസ് ആർ നോട്ട് ഇല്ലീഗൽ ബട്ട് ക്യാൻ ബി ഡിക്ലെയർഡ് വോയിഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ മൈനർ ഇൻ ദ മാരേജ്. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, ചിലപ്പോ തിരിച്ചിടും. അതായത് ചൈൽഡ് മാരേജസ് ആർ നോട്ട് ഇല്ലീഗൽ ബട്ട് ക്യാൻ ബി ഡിക്ലെയർഡ് വോയിഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ മൈനേഴ്സ് ഇൻ ദ മാരേജ്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം. ഇസ്ലാമിലും personal law പ്രകാരം the marriage of a minor who has attained puberty is considered valid. അപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് വരാനുള്ള ഒരു കാര്യം ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് എന്താ പറയുക? ചൈൽഡ് മാരേജ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? എന്താണ് മതപരമായ നിയമങ്ങളും
ഇഷ്യൂസ് അങ്ങനത്തെ വരുന്നത്. അല്ലെ? മതപരമായ നിയമങ്ങളും രാജ്യത്തിന്റെ നിയമവും തമ്മിൽ പ്രശ്നമുണ്ടോ? ആവുമ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ സർ. ഏ ആവുമ്പോഴേ ആ അപ്പൊ ഒരുപോലെ വരാനാണ് ഈ യൂണിഫോം സിവിൽ കോഡ് പോലുള്ള കാര്യങ്ങൾ പറയുന്നത്. അടുത്ത് അപ്പൊ 100 ടോപ്പിക് നമ്മളിപ്പോ കടന്നു കേട്ടോ. 100 ടോപ്പിക് കവർ ചെയ്തു. 101ാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാ ടോപ്പിക്കും നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു. ഉഡാൻ സ്കീം. ഇത് ഉഡാൻ 2 സ്കീമുണ്ട്. ഒന്ന് ഇത് റീജിയണൽ കണക്ടിവിറ്റി സ്കീമാണ്. ഉഡാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉഡാന്റെ മീനിങ് എന്താ? പറക്കുക. ഉഡാൻ. അപ്പൊ ഉഡേ ദേശ് കാ ആം നാഗരിക് എന്ന് വെച്ചാൽ എന്താ? റീജിയണൽ കണക്ടിവിറ്റി. ഇപ്പൊ വിദേശത്തേക്ക് കുഞ്ഞു കുഞ്ഞു എയർപോർട്ട്സ് അത് ഇവിടെ വരുന്നത് നല്ലതാണ്. നല്ലതല്ല. നമുക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യാമല്ലോ എമർജൻസി ഉണ്ട് എങ്കിൽ. ഇപ്പൊ യൂറോപ്പിലേക്ക് ഈ റെയിൻ എയർ എന്ന് പറയുന്ന ഒരു എയർ ഉണ്ട്. അവര് വളരെ ഈവൻ ട്രെയിനിൽ യാത്ര ചെയ്യണ കൊടുക്കേണ്ട പൈസ $150 ആണ്. ചിലപ്പോ ഈ എയറിലാകപ്പെടെ €20 €30 കാണത്തുള്ളൂ. ചീപ്പ് ഫ്ലൈറ്റ്സ്. നമുക്ക് പെട്ടെന്ന് അതെ. അപ്പൊ അതൊരു നല്ല കാര്യമാണ് അത്തരം സംഗതികൾ വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. സ്കീം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ച് റീജിയണൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഈ എയർലൈൻ രംഗത്ത്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ NPR അതിന്റെ ഫസ്റ്റ് ഫേസ്. നാഷണൽ സെൻസസ് പുതുതായിട്ട് ഇനി സെൻസസ് എന്നാ വരാൻ പോകുന്നത്? ഈ വർഷമല്ലായിരുന്നു സർ എടുക്കണ്ടേ, അടുത്ത വർഷത്തേക്ക് മാറ്റി. അതെ. അപ്പൊ അത് സെൻസസ് നിങ്ങളൊന്ന് പഠിക്കണേ. സെൻസസ് എന്നാ തുടങ്ങിയത്, ഇപ്പൊ എത്രാമത്തെ സെൻസസ് ആണ്, അത് തന്നെ ചിലപ്പോ ഒരു ചോദ്യമായിട്ട് വരാനുള്ള പോസിബിലിറ്റി അത് തന്നെ വരും. ഈ ക്ലാസ് ഇത്തവണ നമ്മുടെ സെഷനൊക്കെ കഴിയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ കറണ്ട് അഫയേഴ്സിന് എത്ര ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാൻറ്റീൻ നമുക്ക് ഉറപ്പുണ്ട് ധാരാളം ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട്. വാട്ട് ഈസ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ? ഇറ്റ് ഈസ് എ രജിസ്റ്റർ ഓഫ് യൂഷ്വൽ റെസിഡൻസ് ഓഫ് ദ കൺട്രി. ആ നാട്ടിലെ റെസിഡൻസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് NPR-ൽ. ഇതാരാ പ്രിപ്പയർ ചെയ്യുന്നത്? വില്ലേജ് ഡിസ്ട്രിക്ട് ലെവലിൽ. അത് സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരമാണ്. സിറ്റിസൺഷിപ്പ് റൂൾസ് ഒക്കെ പ്രകാരം എല്ലാ റെസിഡന്റും NPR-ൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഒരു ഐഡന്റിറ്റി ഡാറ്റാബേസ് ഉണ്ട്. റെസിഡന്റ് എന്ന് പറയുന്നത് ആരാ? കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾ ഇവിടുത്തെ റെസിഡന്റ്. മിനിമം ആ 6 months എന്നുള്ളത് നോക്കും. ഓർ മോർ കേട്ടോ. ആ പീരീഡ് ഒന്ന് നോക്കുക. അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം. അടുത്തത് PM സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി, PM സ്വാനിധി സ്കീം. ഇത് 5 ലക്ഷം ആപ്ലിക്കേഷൻസ് കിട്ടി. ഇത് ഈ കോവിഡ് കാലഘട്ടത്തിലെ ഗവൺമെന്റ് വലിയ സ്കീംസിൽ ഒന്നായിരുന്നു. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് MOU സൈൻ ചെയ്തു. സിഡ്ബി ആയിട്ട് ചേർന്നു. സിഡ്ബി എന്ന് വെച്ചാൽ ചെറുകിട വ്യവസായ ബാങ്ക്. അവരാണ് ഇംപ്ലിമെന്റ് ഏജൻസി. എന്നിട്ട് എന്താ കൊടുക്കുക? ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്. അപ്പൊ മൈക്രോ ക്രെഡിറ്റ് ഫെസിലിറ്റി ആണ്. 10,000 രൂപ മുതൽ 10,000 രൂപ സപ്പോർട്ട് ചെയ്യുക. ആരെയെ സപ്പോർട്ട് ചെയ്യും? 50 ലക്ഷത്തോളം ചെറുകിട കച്ചവടക്കാർ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഈ പ്രാദേശിക തലത്തിലല്ലേ പൈസ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടത് ആണോ? അപ്പൊ 50 ലക്ഷം പേർക്ക് 10,000 രൂപ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ആ പൈസ വെച്ച് എന്തെങ്കിലും ചെറിയ തൊഴിൽ എന്തെങ്കിലും ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റുമോ? ചെയ്യാം അല്ലെ? അവരുടെ തൊഴില് ഇപ്പൊ നിങ്ങൾ ഈ കേരളത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഈ ചായ തട്ടുകൾ ഉണ്ടായിരുന്നു. അത് മിക്കവാറും ഇപ്പൊ പൊടി പിടിച്ച് കിടക്കുക ആണോ? ചായയൊക്കെ ഈ വഴിയിൽ വിറ്റുകൊണ്ടിരുന്നവരൊക്കെ ഇല്ലേ, അവരുടെ മിക്കവാറും പൊടി പിടിച്ച് കിടക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു 10,000 രൂപ കിട്ടിയ അയാൾക്ക് അയാളുടെ ആ ബിസിനസ് അയാൾക്ക് എന്ത് ചെയ്യാം? റീസ്ട്രക്ചർ ചെയ്യാം, വീണ്ടും തുടങ്ങാം. പറ്റില്ലേ? അപ്പൊ ഗവൺമെന്റിന്റെ നല്ലൊരു പോളിസി ആയിരുന്നു സ്വാനിധി സ്കീം എന്നുള്ളത് മനസ്സിലാക്കും. അടൽ ബിമിത് വ്യക്തി കല്യാൺ യോജന. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം 2018 അത്
അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സ്കീമാണ്. അടൽ വ്യക്തി കല്യാൺ യോജന. ജോബ് അല്ലെ ജോബ്ലെസ് ആവും ഡ്യൂ ടു ചേഞ്ചിങ് എംപ്ലോയ്മെന്റ് പാറ്റേൺ, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ആവറേജ് വേജസിന്റെ 50%ലേക്ക് 90 ദിവസം വരെ അവർക്ക് ബെനിഫിറ്റ് കിട്ടും. വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള നമുക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും കുറച്ച് നാളത്തേക്ക്. ഇതും ഇറ്റ് ഈസ് ഗുഡ്. നമുക്ക് അടുത്തൊരു ജോലി കിട്ടുന്നവരെ നമുക്കൊരു നല്ലൊരു കാര്യമല്ലേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള നല്ല നീക്കങ്ങളായിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, അതിൽ 44% ഇംപ്ലിമെന്റേഷൻ ജമ്പുണ്ട്. ഇതൊക്കെ സ്കീംസ് ആണ്, മാസങ്ങളിലെ പത്രങ്ങളിൽ വന്ന സ്കീമാണ്. ഇതൊക്കെ പ്യുവർ കറണ്ട് ആണ്, ഇതിനൊന്നും പിന്നെ മാറ്റമില്ല. സെൻട്രൽ സ്കീമാണ്. അഡ്മിനിസ്റ്റർ ചെയ്യുന്ന MSME മിനിസ്ട്രി. സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് ഇതിലൂടെ ജനറേറ്റ് ചെയ്യുന്നത്. ഈയിടെ തൃശ്ശൂർ ഒരു കപ്പിള് അവര് ഇറച്ചി വിൽക്കുന്ന ഒരു പരിപാടി തുടങ്ങി. അവർക്ക് 10 ലക്ഷം രൂപ ഗവൺമെന്റ് സബ്സിഡി കിട്ടിയെന്നാണ്. അവര് തൃശ്ശൂർ ഒരു ആപ്പ് വഴി ഫ്രഷ് ഇറച്ചി വിൽക്കുക. ഇത്തരം സ്കീമുകളൊക്കെ ഉണ്ട്. 25 എനിക്കൊന്ന് ഈ സ്കീമാണെന്ന് കേട്ടോ. ലോൺസ് അപ് ടു 25 lakhs ഇൻ മാനുഫാക്ചറിങ്, 10 lakhs ഇൻ സർവീസ് സെക്ടർ. നിങ്ങൾ ഓണ്ടർപ്രണേഴ്സിനൊക്കെ ഇത് ഉപയോഗിക്കാം, ഇങ്ങനത്തെ സ്കീംസ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ഇതൊക്കെ ഉപയോഗപ്പെടുത്തി 30 പേർക്ക് കിട്ടിയെന്നാണ് അവർ കഴിഞ്ഞ ദിവസം ഏതോ പത്രത്തെ ഞാൻ വായിച്ചു. അടുത്ത ന്യൂ ടിക് ബോൺ വൈറസ്, അതിനെ കുറിച്ചൊരു വാർത്ത. ചൈനയിൽ സ്പ്രെഡ് ചെയ്യുക, സിവിയർ ഫീവർ വിത്ത് ത്രോംബോസൈറ്റോഫീനിയ സിൻഡ്രോം. ഇപ്പൊ ഒരു ഒരു കോവിഡിന്റെ 3rd വേവിന്റെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ടോ? ഉണ്ടോ? അല്ല, ഇപ്പൊ ഇന്നലെ ഇവിടെ അബ്സല്യൂട്ടിൽ നിന്ന് തന്നെ ഒരു 5-6 കുട്ടികൾ വിളിച്ചു. എനിക്ക് വലിയ വിഷമം തോന്നി. അവരെല്ലാം കോവിഡ് പോസിറ്റീവ് ആണ്, പലരുടെയും ഫാമിലിയിൽ പോസിറ്റീവ് ആണ്. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ബാംഗ്ലൂര് ഇന്നലെ മിനിയാന്ന് 345 കുട്ടികൾക്ക് കോവിഡ്. അത് ഞാൻ വാർത്ത കണ്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആവേണ്ട ഒരു സമയമാണ്. ഒരുപാട് പേര് ഇപ്പൊ ഇന്നലെ തന്നെ 2 പേര് വിളിച്ചു. അപ്പൊ 2 പേര് വിളിച്ചപ്പോ 2 പേര് ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക. ഗവൺമെന്റ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോവാൻ പറ്റുമോ? കഴിഞ്ഞ തവണ അവർ ചെയ്തല്ലോ. കഴിഞ്ഞ തവണ ഒരു സെപ്പറേറ്റ് മുറി കൊടുത്തു കോവിഡ് പോസിറ്റീവ് ആയ ആൾക്ക്. അങ്ങനെ കൊടുത്തായിരുന്നു. അങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെ ചെല്ലാൻ പറ്റത്തില്ല. സാർ, ഇനിയൊരു വേവ് വരികയാണെങ്കിൽ മാറ്റി വെക്കാൻ ചാൻസ് ഉണ്ടോ? ഇനി ഒന്നും മാറ്റാൻ സാധ്യത കുറവാണ്. ഒന്നുമില്ല. ഇനി എങ്ങനെയാണോ സാധ്യത കുറവായിരിക്കും. ഇപ്പൊ തന്നെ ഒത്തിരി മാറ്റുമ്പോഴേ പ്രിപ്പറേഷൻ ആ പാടെ വീണ്ടും കുളമാകുമല്ലേ. നമ്മുടെ പിള്ളേരെല്ലാം നമുക്ക് അബ്സല്യൂട്ട്ലി കുട്ടികള് ഏറ്റവും കൂടുതൽ നമുക്ക് അവര് ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാം ആണ് ഇപ്പൊ ഈ പ്രിലിം എന്ന് പറയുന്നത്. അവരുടെയും ഒരു മാറ്റി വെക്കുന്നതോറും അവരുടെ ഒരു ചിലർക്ക് ടെൻഷൻ വരുന്നു, ചിലർക്ക് ആ സ്പിരിറ്റ് കുറയുന്നു. ടൈം നഷ്ടപ്പെടുന്നുണ്ട് സർ. അത് ഒരു വലിയ പ്രശ്നമാണ്. സമയം വെറുതെ പോവല്ലേ. അതായത് ഇപ്പൊ 2019 പ്രിപ്പറേഷൻ തുടങ്ങിയവരുടെ പ്രിപ്പറേഷൻ ഒക്കെ 2020 എന്ന് ചിലർ തീരുന്നത്. 2020 തുടങ്ങിയവര് അവര് അത് കഴിഞ്ഞിപ്പോ ആദ്യത്തെ പ്രിലിം എഴുതി അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ നോക്കുമ്പോ വീണ്ടും മാറ്റം വരികയല്ലേ. ഇല്ല, ലേറ്റ് ആവത്തില്ല. അടുത്തത് തൊട്ട് നേരത്തെ പോകാന്ന് നമ്മള് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം അവര് നോർമലി അവരെപ്പോഴും അടുത്ത ജൂണിൽ തന്നെയാണ് മാറ്റം. പിന്നെ മാത്രമല്ല അവരിപ്പോ UPSC അത് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഇന്ത്യയിലെ ഒരു ഏജൻസിയും കൂടെ അല്ലേ. എക്സാം കറക്റ്റ് ആയിട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഏജൻസിയാണ്. അടുത്ത ആഫ്രിക്കൻ സ്വൈൻ ഫീവർ ആണ്, ASF. അത് പിക്സിലുണ്ടായി. 17,000 ഡൊമസ്റ്റിക്കേറ്റഡ് പിക്സ് ആസാമില് ഇതുമൂലം എന്ത് ചെയ്തു, ചത്തു. ഹിന്ദു ഒക്കെ അന്ന് വലിയ വാർത്തകളൊക്കെ ഉണ്ടായി. ഇത് ഫാറ്റൽ ആനിമൽ ഡിസീസ് ആണ്. ആഫ്രിക്കയിലാണ് ഇത് ഡിറ്റക്ട് ചെയ്തത്. മോർട്ടാലിറ്റി 100%. ഹ്യൂമൻ ബീങ്സിന് ത്രെട്ട് ഇല്ല. നമ്മൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ അന്ന് ചർച്ച ചെയ്തിട്ടുള്ള ആ മാസങ്ങളിൽ ഓർക്കുന്നുണ്ടോ? പിക്സ് ഡയറക്റ്റ് ഹ്യൂമൻ ബീങ്സിലേക്ക് വരത്തില്ല. അതാണ് അതിന്റെ ഒരു കീ പോയിന്റ്.
Adel ranking of institutions on innovation achievements, ARIA 2020. Innovation achievements ranking കൊടുക്കുന്ന ഒരു രീതിയാണ്. പ്രീ ഇൻക്യുബേഷൻ ആൻഡ് ഇൻക്യുബേഷൻ ഇൻഫ്രാസ്ട്രക്ചർ അതെല്ലാം വരുന്നു. പബ്ലിക്ലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് കൊടുക്കുന്നു. UK ഈറ്റ് ഔട്ട് ടു ഹെൽപ്പ് ഔട്ട് സ്കീം തുടങ്ങി. എന്തിനാണ്? ഇപ്പൊ ഈ ഏറ്റവും അഫക്റ്റ് ചെയ്ത ഒരു ബിസിനസ് ആണ് ഈ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെ? ഹോട്ടൽ ടൂറിസം ഒക്കെ നന്നായിട്ട് അഫക്ട് ചെയ്തില്ലേ കോവിഡ് വന്നപ്പോ? ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിന്റെ ഈ സ്വിമ്മിംഗ് പൂളിൽ പോയി കണ്ടാൽ അറിയാം, നിറച്ചും പായല് പിടിച്ചാ കിടക്കുന്നത്. എംപ്ലോയീസ് ഒന്നും എണ്ണം കുറയുന്നു. അപ്പൊ റിക്കവർ ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു സ്കീമാണ് പുറത്ത് പോയി കഴിക്കുക, പുറത്ത് പോവുക, സബ്സിഡി മീൽസ്. ഗവൺമെന്റ് തന്നെ അത്തരം സ്കീം കൊണ്ടുവരും, എക്കണോമിയെ ബൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം. ടീസ്റ്റ റിവർ ഡിസ്പ്യൂട്ട്. ഇത് റിവർ ടീസ്റ്റ ബംഗ്ലാദേശ് നമ്മളുമായിട്ടുള്ള ഒരു Bangladesh is now discussing an almost $1 billion loan from China for a comprehensive management and restoration project on Teesta River. Teesta ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറി ആണ്. യമുന എന്ന് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമാണ് ഒഴുകുന്നത്. ചുത്താഗംഗ് അവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ചുത്താഗംഗ്. ഇതിന് കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ജോഗ്രഫി ആയിട്ടുള്ള സ്റ്റാറ്റിക് പോർഷനിൽ നിങ്ങൾ വായിക്കുന്നതാണ്. സിക്കിമിനടുത്ത് ചുന്താങ് എന്ന് പറയുന്ന സ്ഥലം. ഇതെന്ത് ചെയ്യുന്ന, ഇത് വെസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ട് ബംഗ്ലാദേശിലേക്ക് വരിക ചെയ്യും. ടീസ്റ്റ ബാരേജ് ഡാം അവിടുത്തെ ഇറിഗേഷനെ സഹായിക്കുന്നു. അപ്പോ ടീസ്റ്റ റിവർ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവിടുത്തെ 14% ഫ്ലഡ് പ്ലെയിൻ കവേഴ്സ് ടോട്ടൽ ക്രോപ്ഡ് ഏരിയ ഓഫ് ബംഗ്ലാദേശ്. അപ്പൊ 73% പോപ്പുലേഷനെയും കൃഷിക്ക് സഹായിക്കുന്ന, ലൈവ്ലിഹുഡിനെ സഹായിക്കുന്ന സംഭവമാണ്. വെസ്റ്റ് ബംഗാളിനെ എങ്ങനെ സഹായിക്കുന്നത്? നോർത്ത് ബംഗാളിന്റെ ലൈഫ് ലൈനാണ്. പകുതിയോളം ഡിസ്ട്രിക്റ്റുകള് ഇവിടുത്തെ വെള്ളത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ടീസ്റ്റ റിവറിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക. ഇത് ചിലപ്പോൾ മെയിൻ ഓറിയന്റഡ് ആയിട്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, അവരൊരു $500 million ലോൺ ഗവൺമെന്റുമായിട്ട് സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെയ്ജിംഗ്. ഇംപ്രൂവ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഔട്ട്കംസ് ഇനീഷ്യ, അതാണ് ഇവരുടെ ഉദ്ദേശം. ഗ്രാമോദ്യോഗ് വികാസ് യോജന. നമുക്ക് ഏതാണ്ട് ഒരു 2-2.5 ദിവസം കൊണ്ട് ഒരു മാസത്തെ ടോപ്പിക് നമ്മൾ കവർ ചെയ്യും. മേജർ ടോപ്പിക്സ് എല്ലാം 3 മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ധാരണ. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് മിസ് ചെയ്യരുത്. നമ്മളുടെ റിസർച്ച് ടീമും വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ രീതിയിലേക്ക് ഇത് കണ്ടന്റ് ഡെവലപ്പ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്കൊന്ന് മിസ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മള് നേരത്തെ ക്ലാസ്സിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ ഈ പ്രിലിമിന് വരാൻ സാധ്യതയുള്ള എൻവയോൺമെന്റ്, പൊളിറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് കണ്ടന്റും ഡെവലപ്പ് ചെയ്തിട്ട് കണ്ടന്റിലൂടെ കളക്ട് ചെയ്യണം. ഒന്ന് വായിച്ചു പോകണം കേട്ടോ. അത് കേറാത്തവരുണ്ടോ? നേരത്തെ ക്ലാസ്സിൽ കയറാത്ത ആൾക്കാരുണ്ടോ? അത് നമ്മുടെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. താഴേക്കുണ്ട്, നോക്കി പോയാൽ ആയിക്കോട്ടെ, അത് നോക്കിയാൽ. ഗ്രാമോദ്യോഗ് വികാസ് യോജന, മിനിസ്ട്രി ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് has approved a program for the benefit of artisans involved in manufacturing അഗർബത്തി. അഗർബത്തി എന്ന് വെച്ചാൽ എന്താ? ഈ സുഗന്ധ എന്താണ്? ചന്ദനത്തിരി. ഗ്രാമോദ്യോഗ് വികാസ് യോജനയില് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രിയിലും ഒക്കെ ഇത് സപ്പോർട്ടീവ് ആണ്. സാറേ ഒരു കാര്യം പറഞ്ഞു. പറഞ്ഞു ശ്രീ. അന്ന് എനിക്ക് തോന്നുന്നു മുഴുവൻ കംപ്ലീറ്റ് ആക്കിയില്ല എന്ന് തോന്നുന്നു ഈ പ്രിലിംസ്. അല്ല, പ്രിലിംസ് നമ്മള് ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ലാസ്റ്റ് ടോപ്പിക് വൈസ് ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് പിന്നെയുള്ള എക്സാം മാറ്റി വെച്ചപ്പോ പിന്നീടുള്ള മാസത്തേതാണ് പെൻഡിങ് ഉണ്ടായിരുന്നത്. ആ മാസത്തെ പെൻഡിങ് ഉള്ളത് ഇപ്പൊ ഇതിനകത്ത് കവേർഡാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിനകത്ത് ഇത് ഫസ്റ്റ് 8 months അങ്ങനെ എന്താണ് പറഞ്ഞത്?
അല്ല അത് പക്ഷെ ഞാൻ 8 months പറഞ്ഞെങ്കിലും ഫുള്ള് ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് മിസ്സായിട്ടുള്ളത് വീണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ പിന്നെ പേടിക്കേണ്ടതില്ല. അതിനകത്ത് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ കറണ്ട് അഫയേഴ്സിനകത്ത് അത് വന്നിട്ടുണ്ട്. ഇന്നലത്തെ ക്ലാസ് കിട്ടാൻ ഇന്നത്തെ റെക്കോർഡഡ് ക്ലാസ് ഓഫീസിലൊന്ന് അപ്പ് ചെയ്തില്ല. ഇന്ന് അപ്പ് ചെയ്യുമായിരിക്കും, ഞാൻ പറയാം. അല്ല സജിത് ഒന്ന് മെസ്സേജ് അയച്ചെന്നെ ഉറപ്പിച്ചാൽ മതി. ഓക്കെ. ഗ്രാമോദ്യോഗ് വികാസ് യോജന, മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ ഒരു സ്കീമാണിത്. അത്ര ഇമ്പോർട്ടന്റ് ഉള്ള സംഭവം അത്രയല്ല. NSFE, നാഷണൽ സ്ട്രാറ്റജി ഫോർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. RBI ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അടുത്ത ഒരു 5 years ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണ്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടോ? ഇപ്പൊ റിട്ടയർമെന്റ് പ്ലാനിങ് എങ്ങനെ വേണം, ഇൻഷുറൻസ് കവറേജ് എങ്ങനെ എടുക്കണം, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയൊരു അറിവില്ല. ഓരോ ലൈഫ് സ്റ്റേജിൽ ഏത് ഇൻഷുറൻസ് പോളിസി എടുക്കണം, ടേം ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്, എവിടെയൊക്കെ നിക്ഷേപിക്കണം, ഇതിനെക്കുറിച്ച് കാര്യമായ ഒരു അറിവ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു നാഷണൽ സ്കീം ഫോർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു സ്കീം കൊണ്ടുവരുന്നത്. അവര് 5C അപ്രോച്ചാണ്: കണ്ടന്റ്, കപ്പാസിറ്റി, കമ്മ്യൂണിറ്റി, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ. ഫിനാൻഷ്യൽ ലിറ്ററസി കണ്ടന്റ് സ്കൂൾ കരിക്കുലത്തിൽ ഉൾക്കൊള്ളിക്കുകയാണ്. ഇപ്പൊ സ്കൂളിൽ വന്നിട്ട് പിള്ളേരോട് ചോദിക്കുകയാണ്, ഒരു ഡിബഞ്ചർ എന്താണ്? സ്കൂളിലല്ല, കോളേജിലല്ല, പുറത്ത് നമുക്ക് തന്നെ ചോദിച്ചാൽ എത്ര പേർക്ക് അറിയാം ഡിബഞ്ചർ എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പൊ ബോണ്ട് എന്താണ് ചോദിച്ചാൽ അറിയില്ല. ഷെയർ എന്താണ്, ഇക്വിറ്റി ഷെയർ എന്താണ്, ഡെപ്റ്റ് ഫണ്ട് എന്താണ് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ ഇത് വളരെ വർഷങ്ങളായിട്ട് ഈ ബാങ്കിങ് ഫിനാൻഷ്യൽ മേഖലയിലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. ഇത് കരിക്കുലത്തിന്റെ ഭാഗമാക്കണം. അത്രയും ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളതാണ്. നോ ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ് RBI പ്രൊമോട്ട് ചെയ്യുന്നത്. NCFE മനസ്സിലാക്കുക, ഇതെന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ M.Ed B.Ed പ്രോഗ്രാംസിലും ഇത് ഇന്റഗ്രേറ്റ് ചെയ്യും. ടീച്ചേഴ്സിനും ഒരു ട്രെയിനിങ് ആവും. 9 മണിക്ക് നമ്മൾ ക്ലാസ് നടത്തുവേ. നിങ്ങള് കൂടുതൽ സമയമില്ല, 1.5 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലാസ് മിസ് ചെയ്യാണ്ടിരിക്കുക. ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യാം. ഹലോ, കേൾക്കുന്നില്ല. ഹലോ, ക്ലാസ് കഴിഞ്ഞോ? ലെഫ്റ്റ് ആയിക്കോട്ടെ. ക്ലാസ് കഴിഞ്ഞില്ല സാറ്, പെട്ടെന്ന് ലെഫ്റ്റ് ആയിപ്പോയി. എനിക്കൊന്ന് ഇപ്പൊ അഞ്ജന എന്ന് പറയുന്ന ആളെ ഹോസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാന്ന് തോന്നുന്നു സാറിന്. ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ.
സാർ ഇല്ല ഇവിടെ. സാർ നേരത്തെ പറഞ്ഞ മുന്നേ കഴിഞ്ഞ പ്രിലിംസിന്റെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ അതിന്റെ ഏത് ഗ്രൂപ്പിലുള്ളത്? നമുക്ക് ഇപ്പൊ തന്നെ കണ്ടെങ്കിൽ തന്നെ ഉണ്ട്. അതിന്റെ അത് സ്റ്റാർട്ട് ചെയ്ത മന്ത് ജാനുവരി ആണ്. ജാനുവരി 1 നോക്കിയാൽ മതി. ഒരുപാട് താഴെ പോണം. കറണ്ട് അഫയേഴ്സ് തന്നെ അല്ലേ? അതെ. ഹലോ, സോറി, കണക്ഷൻ കട്ടായേ. കേൾക്കാം സാർ. കേൾക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ടോപ്പിക് എടുത്ത് അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. നോട്ട് എന്താണെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇതൊരു FII അല്ലെങ്കിൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അവര് എന്ത് ചെയ്യുന്നതാണ്? ഓവർസീസ് ഇൻവെസ്റ്റർ ഹു wishes to invest in Indian stock market without registering themselves with the market regulator. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി നോട്ട് എന്ന് വെച്ചാൽ അത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിരിക്കും. രണ്ട് തരത്തിലാണ് നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരുന്നത്. ഒന്ന് FIIs, ഒരു വിദേശ സ്ഥാപനം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു കമ്പനിയുടെ സ്റ്റേക്ക് എടുത്തിട്ട് ഇവിടെ ഇന്ത്യയിൽ നിക്ഷേപിക്കുകയാണ്. ഇപ്പൊ ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ജോയിൻ ചെയ്യും. ഒരു ഇന്ത്യൻ കമ്പനി, ഒരു ഫോറിൻ കമ്പനി. അതിലൊരു 26% സ്റ്റേക്ക് ചിലപ്പോൾ ഒരു ഫോറിൻ കമ്പനിയുടെ ആയിരിക്കും. അതാണ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. FII എന്ന് പറയുമ്പോൾ അവര് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ് നിക്ഷേപങ്ങൾ കൂടുതൽ വരിക. ഇത് വിത്തൗട്ട് രജിസ്റ്ററിങ് വിത്ത് ദ മാർക്കറ്റ് റെഗുലേറ്റർ. അതായത് സെബിയിൽ റെഗുലേഷൻ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പൊ ഇത് ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് FIIs അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓഫ് ഷോർ ഡെറിവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഇക്വിറ്റി ഷെയർസ് അല്ലെ ഡെറ്റ് സെക്യൂരിറ്റീസ് ഇതിലുണ്ട്. ലിക്വിഡിറ്റി ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നു. കാരണം വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പണമാക്കി തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമുണ്ട് FIIസിന്. ഇൻവെസ്റ്റേഴ്സിന്റെ വിവരങ്ങൾ അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇപ്പൊ എന്താണ് ഗവൺമെന്റിന്റെ ഒരു റെഗുലേറ്ററിന്റെ കൺസേൺ? എന്താണ് ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് ആർ വറിയിങ് ഇസ് ബിക്കോസ് ദ അനോണിമസ് നേച്ചർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഇതിപ്പം ഈ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അനോണിമിറ്റി നിലനിൽക്കുന്നത്. ദീസ് ഇൻവെസ്റ്റേഴ്സ് കുഡ് ബി ബിയോണ്ട് ദ റീച്ച് ഓഫ് ഇന്ത്യൻ റെഗുലേറ്റേഴ്സ്. പിന്നെ ഈ ഫോറിനിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇന്ത്യൻ റെഗുലേറ്ററുടെ കൺട്രോളിലല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പലപ്പോഴും ക്രിസ്മസ് ഒക്കെ അടുക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആവുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഡൗൺ ആവുന്നത്? റീസൺ എന്താണ്? ക്രിസ്മസ് ഒക്കെ അടുക്കുമ്പോൾ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പൈസ എടുത്തോണ്ട് വെളിയിലോട്ട് പോകും. എന്തിനാ അവർക്ക് വേണ്ടത്? ക്രിസ്മസ് ആകുമ്പോൾ അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പൈസ വേണം. അപ്പൊ ഈ മാർക്കറ്റിലുള്ള പൈസ മുഴുവൻ അവര് പിൻവലിക്കുക. അപ്പൊ ചിലപ്പോൾ ക്രാഷിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അനോമിറ്റി നിലനിൽക്കുന്നതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്.
ഇനി 115ാമത്തെ ടോപ്പിക്കാണുള്ളത്. ഇന്ന് കൃത്യം 9 മണിയായി. നാളെ അത് നമ്മൾ ചർച്ച ചെയ്യും. ഈ ഓഗസ്റ്റ് മാസത്തിൽ നിന്നുള്ള ടോപ്പിക്സിന്റെ എണ്ണം നമ്മുടെ ഫുൾ ടോപ്പിക്സിലേക്ക് പോവാണ്. അത് 139. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-20 ടോപ്പിക് കൂടെ ഉള്ളൂ. നാളെ നമ്മൾ സെപ്റ്റംബറിലേക്ക് കൂടെ, നാളെ മീൻസ് മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മൾ ചെയ്യുക. നമ്മൾ സെപ്റ്റംബറിലേക്കൂടെ പോകും കേട്ടോ. സെപ്റ്റംബറിലേക്കൂടെ കിടക്കും. അപ്പം ഗുണകരമാണോ ഇത്? ഇങ്ങനെയുള്ള ഒരു സെഷൻ ഗുണകരമാണോ നിങ്ങൾക്ക്? എക്കണോമിക്സിന്റെ ക്ലാസ് എന്ന് പറഞ്ഞില്ലേ, അത് വർക്കിംഗ് ഡേയ്സിലായിരിക്കും. എക്കണോമിക്സിന്റെ പറഞ്ഞില്ലേ, അത് വർക്കിംഗ് എക്കണോമിക്സിന്റെ കാര്യം അതല്ല പിന്നെ റെക്കോർഡഡ് വർക്കിംഗ് ഡേയ്സ്. ആ ഡേറ്റ് 20, 21, 22 ആണ്. മോർണിംഗ് സെഷനും അത് പക്ഷെ കൂടുതൽ ടൈം ഉള്ള ക്ലാസ് ആയിരിക്കും. അത് 3 മണിക്കൂറുള്ള ക്ലാസ് ആയിരിക്കും. അല്ലാതെ ലീവ് എടുക്കാനോ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ അവേഴ്സ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇൻ പർട്ടിക്കുലർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് അത്തരം സെഷൻസ് വെക്കാം കേട്ടോ. എക്കണോമിക്സിന്റെ റെഗുലർ ക്ലാസ് ആണോ തുടങ്ങുന്ന കാര്യം പറഞ്ഞ സാർ? അതാണോ? പുതിയ ബാച്ചിന്റെ റെഗുലർ ക്ലാസ് വേറെ ഉണ്ട്. ഇത് എക്കണോമിക് സർവേയും ബജറ്റും അതിൽ നിന്നാണല്ലോ കൂടുതൽ ചോദ്യം വരുന്നത്. അതൊക്കെ പ്രധാനമായിട്ട് എടുക്കുന്ന ഒരു സെഷൻ. റെഗുലർ ക്ലാസിന്റെ ആയിട്ടില്ലല്ലോ സാർ? ഇല്ല, സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങി. എന്നുവെച്ചാൽ ഇപ്പൊ ടൈറ്റ് അല്ലേ, ഇപ്പൊ ഫുൾ നിങ്ങൾക്ക് ക്ലാസ് നടക്കുമല്ലേ. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ തുടങ്ങുമോ സാർ? സെപ്റ്റംബർ ഫസ്റ്റോ സെക്കൻഡ് വീക്കിലോ തുടങ്ങി. കാര്യം ഒരു ടോപ്പിക്ക് തീരുമ്പോഴേ ഇനിയിപ്പോ 2 ടോപ്പിക്കുകൾ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് തീരും. എന്താന്ന് വെച്ചാല് ജോഗ്രഫി തീരും, ഹിസ്റ്ററി തീരും. അപ്പൊ തീരുന്ന ആ സ്ലോട്ടിലേക്ക് എക്കണോമിക്സും സിസാറ്റും ഒക്കെ കയറി വരും. ഓക്കെ, വേറെന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ട് എന്നോട് വിളിച്ച് പറയാ കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്ക് വേണമെങ്കിൽ പറയാം. വിളിച്ചോ. ഓക്കെ സർ. ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ. Thank you, sir. Thank you, sir. താങ്ക് യു സർ. Sir.